بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين الكيس من دان نفسه وعمل لما بعد الموت والعاجز من أتبع نفسه هواها وتمنى على الله الأماني صدق شفيعنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, വിശുദ്ധ റമദാനിലെ അനുഗ്രഹത്തിൻ്റെ റഹ്മത്തിൻ്റെ പത്തിൽ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നേരത്തെ നാം ഓതി വന്നിരുന്ന സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗം വിശദീകരിച്ച് ചർച്ച ചെയ്യാനാണ് തീരുമാനിച്ചത്. നമ്മുടെ ഈ നല്ല സന്ദർഭങ്ങൾ വിശുദ്ധ റമദാനിലെ നല്ല കർമ്മങ്ങളായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖുർആനുമായി ബന്ധപ്പെടുന്ന ഓരോ സമയവും നമ്മുടെ ജീവിതത്തിലെയും ആഖിറത്തിലെയും എല്ലാവിധ നന്മകൾക്കും വലിയ കാരണമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ ഓതുന്നതും പഠിക്കുന്നതും ഏറ്റവും കൂടുതൽ ഫലമുള്ള സന്ദർഭമാണ് പരിശുദ്ധ റമദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ ഖുർആൻ ഓതിയതും ഖുർആനിന്റെ മുദാറസത്ത് നടത്തിയതും വിശുദ്ധ റമദാനിലാണ്. റമദാൻ മാസത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതിന് മറ്റു മാസത്തിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രത്യേകതയുണ്ട് എന്നർത്ഥം. എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാം വിശുദ്ധ റമദാനിൽ വരുന്ന ഒരു പതിവുണ്ട്. മറ്റു മാസങ്ങളിൽ അത്തരത്തിലുള്ള ഒരു പതിവില്ല. വിശുദ്ധ റമദാനിൽ എല്ലാ രാത്രിയിലും വരും. എന്നിട്ട് ഓരോ വർഷവും ഇറങ്ങിയ വചനങ്ങൾ, സൂക്തങ്ങൾ, ആയത്തുകൾ ഓതിക്കൊടുത്ത് ആ ആയത്തുകൾ, സൂറത്തുകൾ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഓതിക്കൊടുക്കുന്ന മുദാറസത്തുൽ ഖുർആൻ എന്ന വലിയ കർമ്മം, പുണ്യകർമ്മം നടന്നത് വിശുദ്ധ റമദാനിലാണ്.
അപ്പോൾ റമദാനും ഖുർആനും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മം, നമ്മൾ ഒത്തുകൂടിയത് ഒരു വലിയ അമലാണ് എന്ന നിശ്ചയത്തോടു കൂടെ തന്നെ നാം ഇത് കേൾക്കുകയും ശ്രവിക്കുകയും വേണം. സൂറത്തുൽ ഹശ്റിൽ ഇതുവരെ നാം കേട്ടുവന്നത് രണ്ട് വിഭാഗത്തെ പറ്റിയാണ്, യഹൂദികളും മുനാഫിക്കുകളും. അവരുടെ അവസ്ഥകളാണ് അല്ലാഹു തആല ഇതുവരെ 10-17 ആയത്തുകളിൽ നമ്മോട് വിശദീകരിച്ച് പഠിപ്പിച്ചത്. അവസാനം അവരുടെ ഉദാഹരണങ്ങളും പറഞ്ഞ് ഇനി മുഅ്മിനീങ്ങളോട് ഒരു ഉപദേശം, ഒരു വലിയ ബൃഹത്തായ ഉപദേശം, ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒരു വലിയ ഉപദേശം. ഈ 18-ാമത്തെ ആയത്ത് ഓതി എപ്പോഴും പ്രഭാഷണം നടത്തിയിരുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം അതിൽ കാതലായ ഒരു വശം, എപ്പോഴും ഒരു വിശ്വാസിയെ ചിന്തിപ്പിക്കേണ്ട, അവനെ ഓർമ്മിപ്പിക്കേണ്ട ഒരു വിഷയം അതിൽ അടങ്ങിയിട്ടുണ്ട്. ലോകത്ത് ജീവിക്കുന്ന എല്ലാ മുസ്ലിമും എപ്പോഴും അവന്റെ മനസ്സിൽ ഈ ആയത്തിന്റെ അർത്ഥവും അതിന്റെ ഫലവും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടാകേണ്ടതില്ലേ, ഞാനിങ്ങനെ ജീവിച്ചാ മതിയോ എന്ന് ചിന്തിക്കേണ്ട ഒരു വലിയ ഉപദേശമാണ് അല്ലാഹു തആല ഇവിടെ നമുക്ക് തരുന്നത്. നിങ്ങൾ മുനാഫിഖീങ്ങളെ പോലെ അധപ്പതിക്കരുത്, യഹൂദികളെ പോലെ പറ്റ തകർന്നടിയരുത്, വിശ്വാസികളവരെ ഈമാനും കൊണ്ട് രക്ഷപ്പെടണം. ആഖിറത്തിൽ സുന്ദരമായ രീതിയിൽ യഹൂദികളും മുനാഫിക്കുകളൊക്കെ ബാക്കോട്ട് നിൽക്കുമ്പോ, പിന്നിൽ നിൽക്കുമ്പോ മുന്നിൽ നടന്ന് ജയിച്ചു കയറണം. അതിന് അല്ലാഹുവിന്റെ ഒരു ഉപദേശം, ഒരു വലിയ ഉപദേശം നാം ചുരുക്കി പറയാം. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, നല്ല നിലക്ക് വിശ്വസിച്ച മുഅ്മിനുകളെ, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ. ചില ഖുർആൻ പണ്ഡിതന്മാർ ഈമാനൻ ഖാലിസൻ എന്ന് എഴുതിയിട്ടുണ്ട്. യഥാർത്ഥ ഈമാനുള്ള മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞാൽ ഈമാൻ ഉറച്ച ആളുകളോട് അല്ലാഹു പറയാൻ, അല്ലാഹു നമ്മുടെ ഖൽബിൽ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ. ഈമാനിൽ നിന്ന് മാറിപ്പോകാൻ പറ്റൂല. മുഅ്മിനീങ്ങളെ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണം, അല്ലാഹുവിനെ നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലാഹു തആലാക്ക് നിങ്ങൾ തഖ്വ ചെയ്യണം. കൊണ്ടുവരാൻ പറഞ്ഞ കാര്യങ്ങളിലും ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളിലും അല്ലാഹുവിനെ നന്നായി നിങ്ങൾ സൂക്ഷിക്കണം. ഓരോ വിശ്വാസിയോടും അല്ലാഹുവിന്റെ വലിയൊരു കൽപ്പനയാണ് തഖ്വ. ഇത്തഖുല്ലാഹ്, എന്ത് ചെയ്യുന്നതിലും എന്ത് ഉപേക്ഷിക്കുന്നതിലും തഖ്വ വേണം. ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള തഖ്വ, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ പരമാവധി ചെയ്തുകൊണ്ടുള്ള തഖ്വ, രണ്ടും വിശ്വാസിക്ക് എപ്പോഴും അനിവാര്യമാണ്. ഈമാനുള്ള മുഅ്മിനായ മനുഷ്യന് വലിയ സമ്പാദ്യമാണ് മുത്തഖി എന്നത്. രണ്ടും ഒന്നല്ല. ഈമാനും തഖ്വയും രണ്ടും ഒന്നായി കൂട്ടരുത്, രണ്ടും രണ്ടാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ കേവലം ഈമാനുള്ള ആൾക്കും മുഅ്മിൻ എന്ന് പറയും. കാലാകാലം നരകത്തിൽ കടക്കാതെ രക്ഷപ്പെടുന്ന ആളും മുഅ്മിനാണ്. അതേ സമയത്ത് അത് പോരാ, നിങ്ങൾ മുത്തഖിയായ മുഅ്മിനാകണം, നല്ല തഖ്വയുള്ള മുഅ്മിനാകണം. മുത്തഖിയായ മുഅ്മിൻ അവന് ഗ്രേഡ് കൂടുതലാണ്. മുഅ്മിൻ എന്നതിന്റെ പുറമെ മുത്തഖി എന്നൊരു വിശേഷണം കൂടിയുണ്ട്. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തഖി എന്ന് പറയാൻ, ഒരു മുഅ്മിനെ പറ്റി പറയാൻ, ആഖിറത്തിൽ അപകടകരമാകുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിക്കുന്നവൻ, അവനാണ് മുത്തഖി. ഞാൻ അങ്ങനെ ചെയ്താൽ എൻ്റെ ആഖിറം കേടുവരും, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എൻ്റെ ആഖിറം കേടുവരും. അങ്ങനെ ചിന്തിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ അവൻ മുത്തഖിയാണ്. തഖ്വ അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.
മുഅ്മിനീങ്ങളോട് അല്ലാഹു തആലാന്റെ വലിയൊരു വസിയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്. ഖുർആനിൽ അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞ ഒരു വസിയത്തും തഖ്വയാണ്. മുത്തഖിയായി ജീവിക്കണം, തഖ്വയുള്ള ആളായി ജീവിക്കണം. തഖ്വയുടെ അടിസ്ഥാന കേന്ദ്രം അത്തഖ്വാ ഹാഹുനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തഖ്വയുടെ അടിസ്ഥാന കേന്ദ്രം ഹൃദയമാണ്, ഖൽബാണ്. 3 പ്രാവശ്യം സ്വദറിലേക്ക്, ഖൽബിലേക്ക് ചൂണ്ടിയിട്ടാ തങ്ങൾ പറഞ്ഞത് അത്തഖ്വാ ഹാഹുനാ. ആത്മവിശുദ്ധി എന്നത് മനുഷ്യന്റെ മനസ്സിലാണ്. ബാഹ്യതലത്തിൽ അതിന്റെ അടയാളങ്ങൾ വരും. മുത്തഖി എന്ന് നമുക്കൊരാളെ പറ്റി വിലയിരുത്താൻ കഴിയുന്നത് അയാളെ പ്രവർത്തനങ്ങളെ കൊണ്ടാണ്. അത് അള്ളാഹു നമുക്ക് തന്നൊരു എളുപ്പമാണ്. ഉള്ളു പരിശോധിക്കാനുള്ള കഴിവ് നമുക്കില്ല. അതേ സമയത്തിൽ ബാഹ്യതലത്തിൽ ഒരാളെ പറ്റി നല്ലത് വിചാരിച്ചാൽ നമ്മളെ ഖൽബ് നന്നാകും. അയാളെ നല്ല പ്രവർത്തനങ്ങൾ കണ്ട് നമ്മളങ്ങനെ വിലയിരുത്താൻ കഴിയുള്ളൂ. അതേ സമയത്ത് അയാളുടെ ആഖിബത്ത് എന്താണെന്ന് പറയാൻ നമുക്കാർക്കും അറിയില്ല. അറിയുന്ന ആളുകൾ, അമ്പിയാക്കൾ ഒരുപക്ഷെ അത് നോക്കി പരിശോധിച്ച് പറയും, അള്ളാഹുവിന്റെ വലിയ നിർദ്ദേശം ഇത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വ ചെയ്യണം. അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുകയും വേണം. ഇത്തഖുല്ലാഹ്, തഖ്വ കൊണ്ട് കൽപ്പിച്ചു. ഒരു വിശ്വാസിക്ക് തുടക്കം മുതലേ ഉണ്ടാകേണ്ട വിഷയമാണ് തഖ്വ. ഓതി പഠിക്കാൻ വേണ്ടി വന്ന മുതഅല്ലിമിനോട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ നിർദ്ദേശമാണ്, എല്ലാ നിലക്കും ഓതാൻ കഴിവും അതിന് പക്വതയുള്ള ആളാണെങ്കിൽ പിന്നെ കൊടുക്കുന്ന വിഷയം, മോനെ ഇത്തഖുല്ലാഹ്, നീ തഖ്വ ചെയ്ത് ജീവിക്കണം. ഇവിടെ ഓതുന്ന കാലം മുഴുവനും മുത്തഖിയായി മാറാനുള്ള ശ്രമം വേണം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഓതാൻ വന്നപ്പോഴും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ലക്ഷണം നോക്കിയിട്ട് ഷാഫി ഇമാം തങ്ങളെ വിലയിരുത്തി. ഷാഫി ഇമാം തങ്ങൾ ആദ്യമായിട്ട് കാണാണ്. മാലിക് ഇമാം തങ്ങൾ വിലയിരുത്തിയിട്ടൊക്കെ ചോദിച്ചു. ഹറമിൽ താമസിച്ച് വരുന്ന ആളാണ് എന്ന് കണ്ട മാത്രയിൽ ചോദിച്ചു, അല്ലേ? ആണ്. മക്കയിലാണല്ലോ താമസം, മക്കയിലാണ് താമസം. ഖുറൈശ് ഗോത്രത്തിൽ ജനിച്ച ആളാണല്ലോ. അതെ. ഒരാൾ നോക്കിയാൽ എങ്ങനെ തിരിയും ഖുറൈശിയാണോ അല്ലേന്ന്? അവർക്ക് അല്ലാഹു നൽകിയ ഒരു ഇൽമുണ്ട്, ഇൽമുൽ ഫറാസ എന്ന് പറയുന്നതിന്. കറക്റ്റ് ആയിരിക്കും അത്. അതെന്തെങ്കിലും രേഖാശാസ്ത്രത്തിന്റെ വിജ്ഞാനം അല്ല. മുഖം നോക്കിയാൽ അറിയും ആള് എങ്ങനെയാണ്. ജോലി വരെ പറയും, ആളെ ജോലിയും, ഇപ്പോൾ ആള് ഏത് ജോലിയിലാണ്, നേരത്തേത് ജോലിയിലാന്നൊക്കെ പറയാനുള്ള കഴിവുണ്ട്. അയാളെ മുഖം ഇന്ന് എന്താണ് കണ്ടുവന്നത് എന്ന് പറയാനുള്ള കഴിവുമുണ്ട്. മനസ്സിൽ ഉദിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി പറയാനുള്ള വലിയ കഴിവുണ്ട്. മാലിക് ഇമാമു തുരുതുരാ ചോദിച്ചു, ബാപ്പ ജീവിച്ചിരിക്കുന്നല്ലേ? ജീവിച്ചില്ലല്ലോ. ഇല്ല, ബാപ്പ കുട്ടിക്കാലത്ത് മരിച്ചു പോയിട്ടുണ്ട്. ഉമ്മ മാത്രമാണല്ലേ ബാക്കിയുള്ളത്? ഉമ്മ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാം ചോദിച്ചറിഞ്ഞ് റെഡിയായി. അവസാനം പറഞ്ഞു, മോനെ ഇൽമു പഠിക്കാൻ വേണ്ടി വന്നതാണ്, അതുകൊണ്ട് ഒരു തെറ്റും ചെയ്യാതെ തഖ്വയിലായിട്ട് ജീവിക്കണം. 10 വർഷത്തെ ജീവിതത്തിന് ആദ്യം കൊടുക്കുന്ന വസിയത്താണ്. അല്ലാഹുവും ഒരു മുഅ്മിനായ മനുഷ്യനോട് ആദ്യം നൽകുന്ന അല്ലാഹുവിന്റെ വസിയത്ത് ഇത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വ ചെയ്യണം, സൂക്ഷ്മത പാലിക്കണം, മുത്തഖിയാകണം. ജനങ്ങളിൽ ഏറ്റവും സ്ഥാനം അല്ലാഹുവിന്റെ അടുക്കൽ മുത്തഖീങ്ങൾക്കാണ്. അമലും അല്ലാഹു സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളുടേതാണ്, വേറെ ആരും സ്വീകരിക്കൂല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നാണ് അല്ലാഹു അമൽ സ്വീകരിക്കുന്നത്. അത് ലോകത്താദ്യം ചെയ്ത ഖുർബാൻ പുണ്യദാനത്തിൽ നിന്ന് ഒന്ന് സ്വീകരിച്ചു, ഒന്ന് അല്ലാഹു തള്ളിക്കളഞ്ഞു. ഒരു ഉദ്ദേശത്തിന്റെ ഒരു മാറ്റാണല്ലോ. രണ്ടും നൽകിയത് സംഭാവന തന്നെ. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ തർക്കം പരിഹരിക്കാൻ വേണ്ടി ഇത് ഖർറബ ഖുർബാനൻ
ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. രണ്ടുപേരും ഒരു ഖുർബാൻ സമർപ്പിച്ചു. നമ്മൾ ഇന്ന് കേൾക്കുന്ന ഖുർബാൻ അല്ല, ഇതൊരു പുണ്യദാനം എന്നർത്ഥം. മരുഭൂമിയിൽ ഒരാള് മാംസം കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളും മറ്റേയാള് പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളും ഇങ്ങനെ വെച്ചു. അപ്പൊ അന്ന് സ്വീകരിച്ചു എന്നതിന്റെ അടയാളം എന്താണ്? മുകളിൽ നിന്ന് ഒരു തീ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന്, അല്ലെങ്കിൽ ഒരു കാറ്റ് ഇങ്ങനെ വന്ന് സ്വീകരിച്ചത് ഏതാണോ അതാണ് കൊണ്ടുവന്നു. അന്ന് മൊത്തത്തിലുള്ള അടയാളം എങ്ങനെ? അന്ന് യുദ്ധം കഴിഞ്ഞാൽ കിട്ടുന്ന യുദ്ധം സ്വീകരിച്ചു എന്നുള്ളതിന്റെ അടയാളം എങ്ങനെ? ഗനീമത്തൊക്കെ ഇങ്ങനെ കൂട്ടിയിടും. ആ ഗനീമത്തൊന്നായിട്ട് മുകളിൽ നിന്നൊരു കാറ്റ് വന്ന് അങ്ങനെ അങ്ങോട്ട് ചുമന്നു കൊണ്ടുപോകും. അള്ളാഹു നൽകുന്ന ഒരു അടയാളാണ്. അല്ലെങ്കിൽ ഒരു തീ വന്നിട്ട് ആ തീ അങ്ങനെ അങ്ങോട്ട് ഭക്ഷിച്ചുകൊണ്ടു. ഒരു കാറ്റോ ഒരു തീയോ ഒന്ന് തൊടാതെ തിരിച്ചു പോയാൽ എന്തോ ഒരു കുറവുണ്ട് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് പഴയ കാലത്ത് യുദ്ധം ചെയ്ത ഒരു നബിയുടെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കും. മുമ്പ് കാലത്ത് നബി യുദ്ധം ചെയ്തു, കിട്ടിയ ഗനീമത്തൊക്കെ കൂട്ടിയിട്ടു. അല്ലാഹു തആല സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ നോക്കി കാത്തിരിക്കുമ്പോ മുകളിൽ നിന്ന് വന്ന, മേൽഭാഗത്തു നിന്ന് വന്ന തീ അല്ലെങ്കിൽ കാറ്റ് അത് തൊടാതെ തിരിച്ചുപോയി. അപ്പാ നബി പറഞ്ഞു ജനങ്ങളോട്, ജനങ്ങളെ, ഇന്ന ഫീക്കുമുൽ ഗുലൂൽ, നിങ്ങളെ കൂട്ടത്തില് ഈ സ്വത്തിൽ നിന്ന് ആരോ എന്തോ പൊക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് തൊടാതെ പോകുന്നത്. അപ്പൊ പിന്നെ ആർക്കും ഒരു ജവാബില്ല. പൊക്കിയ ആൾക്കാരും മുണ്ടൂലല്ലോ പെട്ടത്. ഈ ഗനീമത്ത് അല്ലാഹു സ്വീകരിക്കണമല്ലോ. കാരണം ഈ നബി ചെയ്ത ഈ അധ്വാനം, മുഅ്മിനീങ്ങൾ ചെയ്ത അധ്വാനം സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് സങ്കടല്ലേ? സ്വീകരിക്കപ്പെടാൻ എന്നത് തെളിവ് അതേ. അത് ഇങ്ങനെ കൊണ്ടുപോകാന്നുണ്ട്. അപ്പൊ പിന്നെ ആരും മുന്നോട്ട് വരാന്നപ്പോ ആ നബി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, ഓരോ ഗോത്രത്തിന്റെ ഓരോ നേതാക്കൾ വരും, എന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ബയ്യത്ത് ചെയ്യണം. എന്ത്? ഞങ്ങള് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ എടുത്ത ആള് ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണോ എടുത്തത് അയാളെ കൈ എന്റെ കൈയേറ്റ് ഒട്ടിപ്പിടിക്കും. പിന്നെ വേറെടുത്തണെങ്കിൽ ആ എടുത്ത ആള് കൊടുക്കുന്ന സാധനം ഇടണം, അപ്പോഴേ വേറിട്ട് പോകുന്നു. അങ്ങനെ ഓരോ നേതാക്കളും ഇങ്ങനെ വരാൻ തുടങ്ങി. ഒന്ന് രണ്ട് ആളുകളുടെ കൈയാൾ ഒട്ടിപ്പിടിച്ചു. അപ്പാ നബി പറഞ്ഞു, നിങ്ങളെ കുടുംബത്തിലാണ് ഈ പൊതുസ്വത്തിൽ നിന്ന് എടുത്തു വെച്ചവരുള്ളത്. അപ്പൊ പിന്നെ ഓരോരുത്തരുടെ ആൾക്കാർ ഇനി രക്ഷയില്ലല്ലോ. കുടുംബത്തിന്റെ നേതാവിന്റെ കൈയാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. കൊണ്ടുവന്നിട്ട് ചിലപ്പോ ഒരു ചെരുപ്പായിരിക്കും കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഒരു പുതപ്പായിരിക്കും, എന്തെങ്കിലും ഉപയോഗ വസ്തുക്കളായിരിക്കും. അവർക്ക് തോന്നിയത് ഇഷ്ടമുള്ള ഓരോരുത്തർ വെച്ചിട്ടുണ്ടാവും. എടുത്തു വെക്കാൻ അന്നത്തെ കാലത്ത് ആർക്കും പെർമിഷൻ ഇല്ല. ഗനീമത്ത് അല്ലാഹു അവർക്കൊന്നും ഹലാലാക്കിയിട്ടില്ല. ഗനീമത്ത് ഹലാലാക്കിയത് ഈ ഉമ്മത്തിനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനാണ്. യുദ്ധാർജിത സ്വത്ത് ഹലാലായി കൊടുത്തു. അങ്ങനെ അവർ കൊണ്ടുവന്നിട്ടു. പിന്നെയും ആ തീ ഇങ്ങനെ ഇറങ്ങി വന്നു, ഒന്നാകെ ഭക്ഷിച്ചു. അത് പഴയ കാലത്ത് അവർക്കുള്ള തെളിവായിരുന്നു. ഞമ്മക്കങ്ങനെ തെളിവുണ്ടെങ്കിൽ എന്ത് സുഖം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മള് നല്ലൊരു പരിപാടി നടത്തിയിട്ട് അത് അല്ലാഹു സ്വീകരിച്ചു എന്നുള്ളതിന് അടയാളം ഇങ്ങനെ വെച്ച് അതങ്ങനെ കൊണ്ടുപോയാൽ എന്തൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അയിമ മതിയാക്കും നമ്മൾ. അതുകൊണ്ടായിരിക്കും അത് വേണ്ടെന്ന് വെച്ചാൽ. എന്നാ പിന്നെ ഞാൻ അടുത്തത് നോക്കാനോ എഴുതിട്ട് നമ്മളോട് അങ്ങനെ ചെയ്യാനാ പറഞ്ഞു. സ്വീകരിച്ചു എന്നുള്ളതിൽ ഇവിടെ അങ്ങനെ കാര്യത്തിൽ അടയാളമില്ല. ഒരു നേർച്ച നടത്തിയിട്ട് ആ നേർച്ചയിൽ ബാക്കിയുള്ള അരിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ വെച്ച്, പഠിച്ചോനെ ഞാൻ എന്നതാ നടത്തി ഇതാ സമർപ്പിച്ചിരിക്കുന്നു പറഞ്ഞു ഒരു കാറ്റ് വന്നത് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ത് സുഖം. ആ ചെലവഴിച്ച 10,000 ഉറുപ്പിക ലാഭമായല്ലോ. അല്ലാഹു സ്വീകരിച്ചു എന്ന് ഉറപ്പായ പിന്നെ സന്തോഷല്ലേ. മനുഷ്യകുലത്തിൽ ആദ്യം പഠിപ്പിച്ച ചരിത്രമാണ് തഖ്വന്റെ ചരിത്രം. ഹാബീലും ഖാബീലും തമ്മിലുള്ള തർക്കത്തില് ആരുടെ ഉദ്ദേശ ശുദ്ധിയാണ് ശരിയെന്ന് തീരുമാനിക്കാൻ അല്ലാഹു തആല അവരോട് ഖുർബാൻ സമർപ്പിക്കാൻ പറഞ്ഞു. ആദം നബി അലൈഹി സ്വലാമിന്റെ നേതൃത്വത്തിൽ ആദം നബിയോട് ഖുർബാൻ ഒരു പുണ്യദാനം. ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. ഒരാളിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടു, മറ്റേ ആളിൽ നിന്ന് സ്വീകരിച്ചില്ല. അപ്പൊ എന്താ സ്വീകരിക്കാതിരുന്നത്? ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഒരു ചെറിയ ഉദ്ദേശ ശുദ്ധിയുടെ കുറവ്. അള്ളാഹു നമ്മുടെ അമലൊക്കെ കബൂലാക്കി തരട്ടെ.
ഒരു ലക്ഷ്യത്തിന്റെ ഒരു കുറവാണ്. രണ്ടുപേരും കൊണ്ടുപോയി വെച്ച സാധനങ്ങൾ ദാനം തന്നെയാണ്, ദാനം ചെയ്യാൻ പറ്റിയതുമാണ്. പക്ഷേ ഉള്ളിലുള്ള ലക്ഷ്യം ഒന്ന് നന്നായിട്ടില്ല, റെഡി ആയിട്ടില്ല. അതുകൊണ്ട് അവസ്ഥയും മാറിയിട്ടുണ്ട്. അപ്പൊ മനുഷ്യന്റെ മനസ്സിലുള്ള തഖ്വക്കനുസരിച്ചാണ് കാര്യങ്ങളുടെ മാറ്റങ്ങളും സ്വീകാര്യതയൊക്കെ നടക്കുന്നത്. അതിനാണ് ഈ വസിയ്യത്ത്, ഇത്തഖുല്ലാഹ് എന്ന വസിയ്യത്ത്. സ്വഹാബത്തിനെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചൊരു വസിയ്യത്തും ഇതാണ്, ഇത്തഖുല്ലാഹ ഹഖ തുഖാത്തി. ആ ആയത്തിറങ്ങിയപ്പോഴാണ് സ്വഹാബത്ത് ആകെ പേടിച്ചത്. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും കേൾക്കല്ലേ, ഇത്തഖുല്ലാഹ ഹഖ തുഖാത്തി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതിന്റെ അർത്ഥം ചിന്തിച്ചു നോക്കി നിങ്ങൾ. ഇത്തഖുല്ലാഹ ഹഖ തുഖാത്തിഹി, തഖ്വ ചെയ്യേണ്ടത് പ്രകാരം നിങ്ങൾ തഖ്വ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ച് തെറ്റാൻ പറ്റൂല എന്നല്ലേ. ആരെ കൊണ്ടത് കഴിക്കുന്നത്? സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ അതെങ്ങനെ കടിയാ? ഇത്തഖുല്ലാഹ ഹഖ തുഖാത്തിഹി എന്നല്ലേ അല്ലാഹു തആല പറഞ്ഞത്. ലക്ഷ്യം മാറാൻ പറ്റൂല, പ്രവർത്തനം തെറ്റാൻ പറ്റൂല, വാക്ക് തെറ്റാൻ പറ്റൂല. ഇത്തഖുല്ലാഹ ഹഖ തുഖാത്തിഹി, എങ്ങനെയാണോ തഖ്വ ചെയ്യേണ്ടത് അങ്ങനെ തന്നെ തഖ്വ ചെയ്യണം, മാറാൻ പറ്റൂല. അതിലവർക്ക് പേടിങ്ങോട്ട് ഊക്ക് പിടിച്ചപ്പോ മൂർജിച്ചു വന്നപ്പോഴാണ് അല്ലാഹു തആല രണ്ടാമതൊരായത്തിറക്കിയിട്ട് ഒരു എളുപ്പം കൊടുത്തത്, ഫത്തഖുല്ലാഹ മസ്തതഅതും. അപ്പോഴാണ് സമാധാനമായത്. അങ്ങനെ ആയത്തില്ലെങ്കിൽ നമ്മളെ കാര്യമൊക്കെ പോക്കാ. ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് കഴിയുന്നതിന്റെ പരമാവധി, കഴിയുന്നത് എത്രയാണോ അത്രയും നിങ്ങൾ തഖ്വ ചെയ്യണം. അപ്പൊ ഒരു ആശ്വാസമായി, അൽഹംദുലില്ലാഹ്. മറ്റേത് ഹഖ തുഖാത്തി എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, മാറാൻ പറ്റൂല, ഒരു ഇഞ്ച് തെറ്റാൻ പറ്റൂല എന്നായി. അപ്പൊ തെറ്റാ പോയി എന്നായി. ഇത് പരമാവധി ആകുമ്പോ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ സ്വീകരിക്കപ്പെടുമല്ലോ. അപ്പൊ ഈ തഖ്വ സ്വർഗത്തിൽ കടക്കാൻ മുത്തഖീങ്ങളുടെ അമല് മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ. സ്വർഗം അള്ളാഹു തയ്യാറാക്കിയത് മുത്തഖീങ്ങൾക്ക് മാത്രമാണല്ലോ. ഖുർആൻ എത്ര സ്ഥലത്താ പറയുന്നത്, ഉഇദ്ദത്തിൽ മുത്തഖീൻ, ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തഖുല്ലാഹ് എന്ന വസിയ്യത്ത് ചെറിയ വസിയ്യത്തല്ല. അള്ളാഹു നമുക്ക് തഖ്വയേറ്റി തരട്ടെ. നിങ്ങൾ നോക്കി, ഹജ്ജിന് പോകുന്ന ആൾക്കാരോട് ഖുർആൻ പറഞ്ഞില്ലേ, ഹജ്ജിന് പോകുന്ന ആൾക്കാർ വതസവ്വദു, വേണ്ടതൊക്കെ സമ്പാദിക്കണം. എന്ത്? വസ്ത്രം, ഭക്ഷണം, റൂം. എന്നിട്ട് അല്ലാഹു തആല തൊട്ടുടനെ പറഞ്ഞ എന്താ? ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, ഏറ്റവും നല്ല സമ്പാദ്യം ഏതാ? തഖ്വയാണ്. നിങ്ങൾ കൊണ്ടുപോകുന്ന ഭക്ഷണം, നിങ്ങൾ കൊണ്ടുപോകുന്ന വസ്ത്രം, നിങ്ങൾ അതിനു വേണ്ടി ചെലവിടുന്ന ഹജ്ജിന് വേണ്ടിയുള്ള ചെലവ് എല്ലാം കറകളഞ്ഞതാകണം. ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. നിങ്ങളങ്ങ് ചെയ്തു വന്നു എന്ന് കരുതിയിട്ട് ഞാനങ്ങ് സ്വീകരിക്കുന്നു കരുതണ്ട. ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, ഏറ്റവും നല്ല സമ്പാദ്യം, ഏറ്റവും നല്ല മുതല് തഖ്വയാണ്. മുഅ്മിനായ മനുഷ്യന് ഈമാനിന്റെ പുറമെ ഈമാനിനോട് കൂടെ ഓന് ചേർന്ന് കിട്ടേണ്ടത് ഏതാണ്? തഖ്വയാണ്. അതിൽ മാറ്റല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും വലിയ ആദരവുള്ള ആള്, ബഹുമാനമുള്ള ആള് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും തഖ്വയുള്ള ആളാണ്. അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ള ആള് അഥവാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളാണല്ലോ ഏറ്റവും വലിയ മുത്തഖി. തങ്ങളെ കാഴ്ച വെക്കുന്ന ഒരു മുത്തഖില്ല, ഒരു മലക്കും ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. ഇന്നമാ അന അത്ഖാക്കും ലില്ലാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആള് ഞാനാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ആയത്ത് തങ്ങൾ ഓതിയ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. കാബന്റെ മേലെ ബിലാൽ റളിയല്ലാഹു അൻഹു കയറ്റി ബാങ്ക് കൊടുത്തു, ബാങ്ക് വിളിപ്പിച്ചു, ളുഹ്ർ ബാങ്ക്, മക്ക വിജയത്തിന്റെ ളുഹ്ർ ബാങ്ക് വിളിപ്പിച്ചപ്പോ ചുറ്റും ഇരിക്കുന്ന നേതാക്കൾ കുറെ ആൾക്കാർ ഇങ്ങനെ പിറുപിറുക്കാൻ തുടങ്ങി. ഒരു കറുത്ത അടിമച്ചക്കനാണ് പള്ളിന്റെ മേലെ കയറ്റി ബാങ്ക് കൊടുപ്പിച്ച. ഈ കണ്ട ആൾക്കാർ മുഴുവനും ഉണ്ടായിട്ട് നോക്കി, നിങ്ങൾ അവരെ മനസ്സിൽ വന്ന ദുരുദ്ദേശ ചിന്ത എന്താണ്? അവരെ മനസ്സിൽ എപ്പോഴും വർണ്ണവെറി. ലോകത്ത് ഇന്നും അതാണല്ലോ. ഇപ്പൊ അടുത്തൊരാളെ കൊന്നാണ്ടി വെടിച്ചു കൊല്ലുന്നു. മനുഷ്യന്മാരെ മനസ്സിലുള്ള ആ ഒരു പക
ഏത് കളറിലാണെങ്കിലും സൃഷ്ടിച്ചവൻ അള്ളാഹു അല്ലേ? അള്ളാന്റെ അടിമകളല്ലേ മനുഷ്യന്മാര്. ബിലാൽ റളിയല്ലാഹുവിനെ കയറ്റി വാങ്ങി വിളിപ്പിച്ചപ്പോ 10 കൊല്ലം മുമ്പ് ആ ബിലാൽ റളിയല്ലാഹുവിന് മക്കയിലൂടെ നടക്കുന്ന സാഹചര്യം ആലോചിച്ച് നോക്കി. എങ്ങനെയായിരുന്നു? നേർക്ക് നേരെ ഒറ്റക്ക് ധൈര്യപ്പെട്ട് കാബന്റെ അടുത്ത് വരാൻ കഴിയോ? ഒന്ന് തവാഫ് ചെയ്യാൻ കഴിയോ? എത്രയാണ് ഉമ്മയ്യത്തൊക്കെ ബിലാൽ റളിയല്ലാഹുവിനെ പീഡിപ്പിച്ചത്. ശരീരം മുഴുവനും വസ്ത്രങ്ങൾ അയച്ച് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കിടത്തി. മരുഭൂമിയിലേക്ക് കാല് വെക്കാൻ കഴിയുന്ന സഹോദരങ്ങളെ, ചൂട് വന്നാൽ ഇവിടെ ഏതെങ്കിലും ഒരാൾ ചൂടുള്ള സമയത്ത് വാർപ്പിന്റെ പുറത്തൊന്ന് കയറിയാൽ, വീടിന്റെ വാർപ്പിന്റെ മേലൊന്ന് കയറിയാൽ കാല് പൊള്ളിയാൽ ഒരു മിനിറ്റ് അവിടെ നിൽക്കുവോ? താങ്ങാൻ പറ്റുന്ന ചൂടാണത്. നമ്മളെ ഈ വാർപ്പിന്റെ മേലെ നട്ടുച്ച സമയത്ത് ഒരാൾ ചെരുപ്പഴിച്ച് മേലോട്ട് കയറി ഒന്ന് എന്തോ എടുക്കാൻ വേണ്ടി പോയതാണ്. കാല് ചൂടായപ്പോഴേക്ക് എത്ര സ്പീഡിലാണ് ഇറങ്ങണത്. മരുഭൂമിയിലെ ചൂട് ചുട്ടുപൊള്ളുന്ന ആ മണൽപ്പരപ്പിൽ കിടത്തി ബിലാൽ റളിയല്ലാഹുവിനെ ക്രൂരമായി മർദ്ദിക്കുമ്പോ അത് കണ്ട് സഹിക്കാൻ കഴിയാതെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹുവിനെ മോചിപ്പിച്ചത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞ വില അങ്ങോട്ട് കൊടുത്തിട്ടാണ്. സാധാരണ ആ അടിമക്ക് അത്ര വില ഒന്നും കണ്ടേരില്ല. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു അനുഭവിക്കുന്ന ഈ അനുഭവം ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു മനസ്സല്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു അടിമകളിൽ ഏറ്റവും ക്രൂരമായ പീഡനം അനുഭവിച്ച മഹാനാണ് വിശുദ്ധ ഇസ്ലാമിൽ. അപ്പൊ 10 കൊല്ലം മുമ്പ് ഒരു ദിക്റല്ലേ, ഒരു തവാഫല്ലേ ഒന്ന് നിസ്കരിച്ച് നടന്നാൽ മർദ്ദനങ്ങളായിരുന്നു. ഇന്ന് ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കാബന്റെ മുകളിൽ കയറ്റി വാങ്ങി വിളിപ്പിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക ജനതയ്ക്ക് ഒരു വിഷയം പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഇസ്ലാമിൽ വർണ്ണത്തിന്റെ വ്യത്യാസമല്ല, നിറത്തിന്റെ വ്യത്യാസമല്ല, വിഭാഗീയതല്ല. അടിമയായിരുന്നു പഴയ കാലത്ത്, ഇപ്പോഴും അയാൾ ആ പൊസിഷനിൽ നിൽക്കണം എന്നൊരു കാര്യമല്ല. ഈമാനോടുകൂടെ ആളുടെ അവസ്ഥകളൊക്കെ മാറിപ്പോയി. മൂമിനായ മനുഷ്യന്, മുത്തഖിയായ മനുഷ്യനാണോ ആ മനുഷ്യനാണ് സ്ഥാനം. മോള് കയറി വാങ്ങി വിളിക്കുമ്പോ ഇവരൊക്കെ ഇങ്ങനെ കാതോരം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവരോട്, നിങ്ങളിപ്പോ പറഞ്ഞ എന്താ? നല്ല സുന്ദരനായ ഒരു കുട്ടിനെ കയറ്റില്ലല്ലോ കാബിന്റെ പുറത്ത്, അയിത്തായി പോയല്ലോ എന്നല്ലേ നിങ്ങളെ മനസ്സില്? ഒരു അറബിക്കും അനറബിയേക്കാൾ മഹത്വമില്ല. വലാലി അറബിയിൻ അലാ അജമിയിൻ, ഒരു അനറബിയേക്കാൾ അറബിക്കും മഹത്വമില്ല. വലാലി അബിയദ അലാ അസ്വദ, ഒരു സവർണന് അവർണനേക്കാളോ അവർണന് സവർണനേക്കാളോ വ്യത്യാസമില്ല. ഇല്ലാ ബിതഖ്വല്ലാഹ്, ഒറ്റ കാര്യം കൊണ്ടാണ് വ്യത്യാസമുള്ളത്, അല്ലാഹുവിന്റെ തഖ്വ. മുത്തഖിയാണോ ഓൻ എത്ര താഴേക്കിടയിലുള്ള കുടുംബത്തിലാണെങ്കിലും, എത്ര താഴ്ന്ന തൊഴിലെടുക്കുന്ന ആളാണെങ്കിലും അവനാണ് ഏറ്റവും വലിയ മഹത്വം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഉമർ റളിയല്ലാഹു പറഞ്ഞില്ലേ, ഉമർ റളിയല്ലാഹു ഒരു സഹാബി ഇങ്ങനെ പോകുമ്പോ ഒരടിമ ആടുകളെ മേച്ചു കൊണ്ടുപോകുന്നുണ്ട്. ആ അടിമ ആടുകളെ മേച്ച് അങ്ങനെ കൊണ്ടുപോകാൻ ഒരു തൊഴിലാളി, ഒരു ഉടമസ്ഥന്റെ ഒരു തൊഴിലാളിയാണ് ഈ അടിമ ആടുകളെ മേച്ചുകൊണ്ട്. അപ്പൊ ആ അടിമനോട് ഉമർ റളിയല്ലാഹു ഒന്നിങ്ങനെ കണ്ട്, ഉമർ റളിയല്ലാഹുവിനെ കണ്ട അടിമ നിന്ന് സംസാരിക്കുന്ന കരുതിയിട്ട് ഉമർ റളിയല്ലാഹു നിങ്ങൾ എന്താ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാത്ത കണ്ടിട്ട്. അപ്പൊ അടിമ പറഞ്ഞു, ഇപ്പൊ നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട നേരമല്ല, ഞാൻ എന്റെ ഡ്യൂട്ടിയിലാണ്. നിങ്ങളിലേക്ക് ഞാനൊന്ന് ശ്രദ്ധിച്ച്, ഈ കൂട്ടത്തിൽ നിന്നൊരാട് കൂട്ടം തെറ്റിപ്പോയാൽ ഞാൻ എന്റെ മുതലാളിയോട് മറുപടി പറയണം. ഉമർ റളിയല്ലാഹുവിന് ആ സംസാരം നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ബോധമുള്ള തൊഴിലാളിയാണ്, നല്ല തഖ്വയുള്ള തൊഴിലാളി. ഉമർ റളിയല്ലാഹുവിനെ കണ്ടിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത ഉമർ റളിയല്ലാഹുവിന് പ്രശ്നമല്ല. ഉമർ റളിയല്ലാഹുവിന് ചോദിച്ചതാണ്, സാധാരണ ഇപ്പൊ നമ്മളെ കണ്ടാൽ മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ, നിങ്ങളെന്താ മെയിൻറ്റെയിൻ ചെയ്യാത്തത്? ഇപ്പൊ ഞാൻ അതിന്റെ സമയത്തല്ല. നിങ്ങളെ ബഹുമാനിക്കാൻ എനിക്ക് അറിയാത്തോണ്ടോ നിങ്ങളെ സ്ഥാനം അറിയാത്തോണ്ടൊന്നല്ല. ഞാനിപ്പോ അള്ളാഹിനോട് ഹിസാബ് പറയണം, എന്റെ മുതലാളിനോട് ഹിസാബ് പറയണം, രണ്ടും പറയണം. ഞാനിപ്പോ ഒരു ഡ്യൂട്ടിയിലാണ്. ഉമർ റളിയല്ലാഹുവിന് ചോദിച്ചു, ഇതിലുള്ള ഒരു ആടിനെ നിങ്ങൾ തരൂ, നിങ്ങൾക്ക് എത്രയും വില തരാം. അപ്പൊ അടിമ പറഞ്ഞു, ആടിനെ വിൽക്കാൻ എനിക്ക് അവകാശമല്ല, കാരണം ഞാൻ അടിമയാണല്ലോ.
എനിക്ക് ഉടമസ്ഥതല്ലല്ലോ. ഉടമസ്ഥതല്ലാത്ത എങ്ങനെ വിറ്റാ ശരിയാവും? ഇപ്പൊ നിങ്ങളെ തോട്ടത്തു നിന്ന് ഒരു തെങ്ങ് ഞാൻ എങ്ങനെ വെക്കല്? എനിക്കൊരു ഉടമസ്ഥതല്ലല്ലോ. നിങ്ങളെ മൂരിക്കുട്ടിനെ കഴിച്ചോണ്ടിട്ട് ഞാൻ വിറ്റിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശരിയാവോ? ഉടമസ്ഥത വേണ്ടേ? ഉടമസ്ഥത വേണല്ലോ വിൽക്കുന്നതിന്. നമ്മളെ നാട്ടിലെ ആൾക്കാർ, കച്ചവടക്കാർക്ക് ഉടമസ്ഥാവകാശം മുതലാളിമാർ കൊടുക്കും, നിങ്ങൾ വിറ്റോളി. അപ്പൊ അത് ഓർക്ക് വിൽപ്പനക്കുള്ള ഉടമസ്ഥാവകാശം, സ്വന്താക്കാനുള്ള ഉടമസ്ഥാവകാശമല്ല, വിൽക്കാനുള്ള. അങ്ങനെയാണ് തൊഴിലാളികൾ വിൽപ്പന നടത്തുന്നത്. അടിമക്ക് എന്തേ അവിടെ ഉടമസ്ഥത ഉള്ളൂ? ഇതിനെങ്ങനെ മേയ്ക്ക, വെള്ളം കൊടുക്കുക, അതിനെങ്ങനെ കൂട്ടിക്കൊടുന്ന് കെട്ടുക, അതിനെ കറക്കാൻ പറയുമ്പോ കറക്കത്രയല്ല. അപ്പൊ ഇത് എനിക്ക് വിൽക്കാൻ ഉടമസ്ഥാവകാശം അല്ല. അതിപ്പോ ഒരാടല്ലേ. ഒരാട് കാണാതായാല് ഒരാടിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഏത് മുതലാളിയും വിശ്വസിക്കൂലേ? റളിയല്ലാഹു അൻഹു ഈ അടിമന്റെ മനസ്സ്, അടിമന്റെ തഖ്വ നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഒരാടല്ലേ, ഒരാടിനെ കാണാതായാല് നിങ്ങൾ ചെന്നിട്ട് അത് ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ സ്വാഭാവികല്ലേ? ഒരാടിനൊക്കെ ചെന്നായ അങ്ങനെ ഇടക്കിടക്ക് പിടിക്കൂലേ? നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് 60 ദിർഹമാണ്, 60 80 ആണെങ്കിൽ 80 തരാം, നിങ്ങൾക്ക് എടുക്കാലോ. നിങ്ങൾ മുതലാളിയോട് നിങ്ങൾ പറഞ്ഞാലോ. അപ്പൊ അടിമ ശരി, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അടിമ, നിങ്ങൾ ഇവിടെ ഞാൻ മുതലാളിനോട് എന്താ പറയേണ്ടിയെന്നു, ഇവിടെ എങ്ങനെ രക്ഷപ്പെടേണ്ടി എന്നുള്ള വിഷയങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ. എന്നാ ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞു, ആഖിറത്തിൽ എന്താ പറഞ്ഞതെന്ന് കൂടി പറഞ്ഞു തരുമോ? ആഖിറത്തിലും ഉണ്ടാകുമല്ലോ അങ്ങനെ ഒരു ചോദ്യം. അതാണ് ഇത്തഖുല്ലാഹ്, സൂക്ഷ്മത നോക്കണം. റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ അടിമ മതി നാട് ഭരിക്കാൻ. ഈ ബോധമുള്ള തഖ്വയുള്ള ഈ അടിമ മതി ഈ നാട് ഭരിക്കാൻ, ഈ നാടിനെ കൊണ്ട് നടക്കാൻ. നമ്മളൊന്ന് ആലോചിക്കുക, അടിമന്റെ തഖ്വ. എന്തെങ്കിലുമൊക്കെ ചില്ലറ പൈസ കിട്ടാന്ന് പറഞ്ഞാല് കൈയിട്ട് വാങ്ങാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അടിമകൾ. അവർക്കൊന്നും ഉണ്ടാകൂലല്ലോ. എന്താ ഉണ്ടാകുക? മാസത്തിൽ കിട്ടുന്ന എന്തേ തുച്ഛ വരുമാനം ഉണ്ടാകുള്ളൂ, 10 ദിർഹമൊക്കെ. അപ്പൊ ഒരാടിനെ അങ്ങോട്ട് കൊടുത്തിട്ട് ആ ആടിനെ ഒരു 60 ദിർഹം വാങ്ങി വൈകുന്നേരം പോയിട്ട് ആടിനെ കാണാനില്ല എന്ന് പറഞ്ഞാൽ അന്ന സാരല്ല, ബാക്കിയുള്ള ശ്രദ്ധിക്കണം കേട്ടോ എന്നൊരു വാക്ക് പറയുള്ളൂ. പക്ഷെ അടിമന്റെ മനസ്സിലെ ബോധമല്ല. അമർത്ഥങ്ങളെ ഇവിടെ പറയേണ്ടതൊക്കെ പറഞ്ഞെന്നീലേ, ആഖിറത്തിലും കൂടി പറഞ്ഞേരി. അവിടെ എന്താ പറയേണ്ടത്? അതാ അടിമന്റെ മനസ്സിലുള്ള തഖ്വയാണ്, ഉറച്ച തഖ്വ. ഈ തഖ്വയുണ്ടെങ്കിൽ ഏത് ഘട്ടത്തിലും രക്ഷപ്പെടാൻ പറ്റും. രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി തഖ്വല്ലാഹി അസ്സ വജൽ. അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞ തഖ്വ ഉണ്ടോ, ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തുതരും. ഉമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി വയുളിം ലഹു അജ്റാ. തഖ്വയുള്ള ആളാണെങ്കിൽ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്തുതരും. മുത്തഖിയായ മനുഷ്യനാണ്. ഓനെ കോടിക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ വെച്ച് വഷളാക്കാൻ പറ്റില്ല. അല്ലാഹു തആല വഷളാക്കൂല. തഖ്വയുള്ള ആളാണ്, നല്ല ബോധമുള്ള ആളാണ്. യുകഫിർ അൻഹു സയ്യിആതിഹി വയുളിം ലഹു അജ്റാ. ഓൻ അല്ലാഹു തആല കൂലി വലുതായി കൊടുക്കും. ചെറുതാവൻ ചെയ്തതെങ്കിലും വലിയ കൂലി കൊടുക്കും. കാരണം ഓന് തഖ്വ ഉണ്ടായിട്ട് ചെയ്തതാണ്. ചെറുതാക്കും. മുത്തഖിയായ മനുഷ്യനെ ചെറുതേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ അല്ലാഹു അതിന് കൊടുക്കുന്ന കൂലി വലുതാണ്. എന്താ അതിന്റെ കാരണം? തഖ്വ എന്നുള്ളതാണ് കാരണം. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. തഖ്വ ഉണ്ടോ? അല്ലാഹുവിന് തഖ്വ ചെയ്യുന്ന ആണാണോ പെണ്ണാണോ, നല്ല പരിഹാരം അല്ലാഹു കൊടുക്കും. ഏത് വിഷയത്തിനും പരിഹാരം അല്ലാഹു കൊടുക്കും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹു രക്ഷ കൊടുക്കും. പക്ഷെ വേണ്ടത്, കൈമുതൽ വേണ്ടത് തഖ്വയാണ്. തഖ്വ കൊണ്ട് രക്ഷപ്പെടാൻ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, പഴയ കാലത്ത് 5 പൈസ കയ്യിലില്ല, പക്ഷെ മനസ്സിൽ വല്ലാത്ത പൂതിണ്ട്. എവിടെ പോണം? ഹജ്ജിന് പോണം. ഓലെല്ലാരോടും പറഞ്ഞു ഹജ്ജിന് പോവാണ്, അടുത്തോളം പോണം. വലിയ കാര്യമായിട്ടൊന്നും ഒരുങ്ങിയില്ല. അതൊക്കെ അല്ലാഹു തആല തരുന്നുള്ള ഒരു നിശ്ചയം, മനസ്സിൽ ആഗ്രഹം. അങ്ങനെ കുറെ ആളുകൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി ബോംബെക്കൊക്കെ എങ്ങനെങ്കിലും എത്തി. ബോംബെയിൽ എത്തിയപ്പോ ഇന്നലെ ഹജ്ജിന് പോകാമെന്നാ ടിക്കറ്റ്. അല്ലാഹ്, ഇവരിപ്പോ ആ ഹജ്ജിന് പോകാന്നുള്ള ആ വലിയ ആഗ്രഹം വെച്ച് തഖ്വയിലായിട്ട് നാട്ടിൽ നിന്ന് എല്ലാരോടും പറഞ്ഞ് നല്ല റാഹത്തിൽ വന്നതാണ്. സൗജന്യ ടിക്കറ്റാ കിട്ടുന്നത്. യജ്അൽ ലഹു മഖ്റജ. പരിഹാരം അല്ലാഹു കൊടുക്കും. തഖ്വ ഉണ്ടോ, പരിഹാരം അല്ലാഹു തരും. വഴി അല്ലാഹു തുറന്നു തരും. എല്ലാ വിഷയത്തിലും അല്ലാഹു തആല എളുപ്പം തരും. അല്ലാഹു നമുക്ക് തഖ്വ ഏറ്റി തരട്ടെ. അതിന്റെ പ്രധാനപ്പെട്ട ഒരു മാർഗം ഒന്നേ ഉള്ളൂ, തഖ്വല്ലാഹി അസ്സ വജൽ. 13 മക്കളോടും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു
വഫാത്താകാൻ കിടക്കുന്ന നേരത്തെ മക്കളടുത്തേക്ക് വിളിച്ചിട്ട് വാപ്പാ വല്ല വസിയത്തും പറയാനുണ്ടോ? ഉണ്ട് മക്കളെ, ഒറ്റ വസിയത്താ നിങ്ങളോട് പറയാനുള്ളത്. ഊസിക്കും ബിത്തഖ്വല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നിങ്ങൾ ജീവിക്കണം എന്ന് നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. കിതാബും സുന്നത്തും മുറുകെ പിടിച്ച് മഹാന്മാര് ജീവിച്ച മാർഗത്തിലൂടെ തന്നെ ജീവിക്കണം. അണു അളവതിൽ നിന്ന് തെറ്റിപ്പോകരുത്. നല്ലോണം ശ്രദ്ധിച്ച് ജീവിക്കണം. ഈ തഖ്വ നമ്മൾ നമ്മളെ മക്കളോട് നിർദ്ദേശിക്കേണ്ട വിഷയം തഖ്വ തന്നെയാണ്. സൂക്ഷ്മ ജീവിതം നയിക്കുക, സൂക്ഷ്മതയുള്ള നല്ല ബോധത്തോടുകൂടെ ജീവിക്കുക. ആണിനോടും പെണ്ണിനോടും ഓരോ ഭാര്യമാരെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വസിയത്താണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നരകം സൂക്ഷിക്കണം. നാളെ ഞാനും നിങ്ങളൊക്കെ വേറെ വേറെ തന്നെയാണ്. ഞാനുണ്ട് എന്നൊരു ലെവലിൽ മാത്രം നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതരുത്. നിങ്ങൾ തഖ്വയിലായി ജീവിക്കണം. ആരോടത് പറയുന്നത്? നബി തങ്ങളെ ഭാര്യമാരോട്. അവർ സ്വർഗത്തിലും ഭാര്യമാരാന്ന് അല്ലാഹു തആല തീർപ്പ് കൽപ്പിച്ചതാണ്. എന്നാലും തഖ്വ ഒഴിവാക്കരുത്. ഇത്തഖുല്ലാഹ്. രണ്ടാമത്തെ ഒരു നിർദ്ദേശം, ഏറ്റവും വലിയ നിർദ്ദേശമാണ് ഇത്തഖുല്ലാഹ്. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. വൽ തൻദുർ നഫ്സുൻ, എല്ലാ ഓരോ ശരീരവും ചിന്തിക്കട്ടെ. മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തേക്ക് വേണ്ടി മുന്തിച്ചത് എന്താണെന്ന്. നാളത്തേക്ക് വേണ്ടി മുന്തിച്ചത് എന്താണെന്ന് ഓരോ ശരീരവും ചിന്തിക്കട്ടെ. എപ്പോഴും വേണ്ട ചിന്ത അതാണ്. നാളത്തേക്ക് എന്റേത് എന്തുണ്ട്. നാളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളാണ്. ഖിയാമത്ത് നാളിനെ പറ്റി എന്തിനാ നാളെ എന്ന് പറഞ്ഞത്? അത് വരാനിരിക്കുന്നതാണ്. വരാനുള്ളതിനെ പറ്റിയൊക്കെ അങ്ങനെ ഒരു വർത്തമാനം ഉണ്ട്. നാളെ തരാമെന്ന് പറയും, ഒരു പക്ഷേ നേരെ പിറ്റേന്ന് തരും. എന്നാലും അതിന് നാളെ എന്ന് പറയും. പക്ഷേ അള്ളാഹു ഇവിടെ പറയുന്ന നാളെ ചെറിയ രൂപത്തിലല്ല പറഞ്ഞത്. ലിഗദിൻ, ഒരു വല്ലാത്ത നാളെയുണ്ട്, ഒരു വല്ലാത്ത ബഹുമാനമുള്ള നാളെയുണ്ട്. ആഖിറമാണല്ലോ നാളെ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം. ദുനിയാവിലെ മനുഷ്യന്മാര് മുഴുവനും ഉറക്കത്തിലാണ്. ഉണർവ് മനുഷ്യന് എത്തിത്തുടങ്ങുന്നത് മരിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ്. മരണവും ഖിയാമത്ത് നാളും ഒരു പ്രഭാതം പോലെയാണ്. അശ്രദ്ധനിലേക്ക് ചിന്തിച്ചു നോക്കുമ്പോ, രാത്രി ഉറങ്ങുന്ന ആളിലേക്ക് ചിന്തിച്ചു നോക്കുമ്പോ പകല് പ്രഭാതമാകുമ്പോ അതുപോലെ, പിറ്റേന്ന് എന്ന് പറഞ്ഞാല് സ്വബാഹ് പകല് കണക്കാക്കും പോലെ, മനുഷ്യന്മാരിലേക്ക് മൊത്തത്തിൽ ചിന്തിച്ചു നോക്കുമ്പോ എല്ലാ മനുഷ്യന്മാരും കൂടുതലും അശ്രദ്ധയിലാണ്. ഒരു ഉണർവ് വരുന്ന നേരം മൗത്തോടുകൂടെയാണ്, ഖിയാമത്ത് നാളോടുകൂടെയാണ്. അപ്പൊ നമ്മളോട് ചിന്തിക്കാൻ അള്ളാഹുവിന്റെ നിർദ്ദേശം വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ഹാഫിദ് ഇബ്നു കസീർ പറഞ്ഞു, ഇത് അല്ലാഹു തആല നമ്മോട് പഠിപ്പിക്കുന്നത് വിചാരണ ചെയ്യാനാണ്. വിചാരണ ചെയ്യാനാണ്. നമ്മുടെ ശരീരത്തെ എന്നും നിത്യ വിചാരണ. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് നാളത്തേക്ക് ഞാൻ എന്തൊരുക്കിയിട്ടുണ്ട്. സുഹൃതങ്ങൾ പരലോകത്ത് പറയാൻ പറ്റിയത് എന്റെ കയ്യിൽ എന്തുണ്ട്. അള്ളാഹുവിങ്കലേക്ക് വെളിവാക്കാൻ പറ്റിയത് എന്തുണ്ട്. ഇവിടെ നിങ്ങൾ നോക്ക്, ഒരാൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ജയിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജനങ്ങളിൽ നിന്ന് സ്വീകാര്യത കിട്ടാൻ കാണിച്ചു കൊടുക്കാൻ പലതുണ്ട്. അത് പക്ഷേ പലതും ഔദാര്യപരമായിട്ടല്ല, അയാൾ നിർവഹിച്ചു തരേണ്ട അവകാശമാണ്. ഇപ്പൊ ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാണ്, അടുത്തതിന് നിങ്ങൾ എന്നെ മന്ത്രിയാക്കിയാൽ ഇക്കല്ല 5 കൊല്ലം ഞാൻ മന്ത്രിയാകുന്ന സേവനങ്ങൾ ഇതാ സുരുതുരാ നോട്ടീസിൽ. അതൊന്നും ഔദാര്യമല്ല, അവകാശമാണ്. അത് വേറൊരു വിഷയം. ജനങ്ങൾക്ക് അയാൾ ചെയ്തു കൊടുക്കേണ്ട അവകാശങ്ങളാണ്. അതിനാണ് മാസപ്പടി ശമ്പളം പറ്റുന്നത്. ഔദാര്യായിട്ട് ചെയ്തെന്നല്ലോ ഒന്നും. അയാളെ ഫണ്ട് എന്ന് പറഞ്ഞാലും കേന്ദ്രം വകയിരുത്തി കൊടുക്കുന്ന ഫണ്ടാണ്. അപ്പൊ ചെയ്തു തരുന്നത് മുഴുവനും ഔദാര്യമല്ല, അവകാശമാണ്. ഇത് മുഴുവനും വെളിവാക്കി കൊടുക്കുന്നു ജനങ്ങളെ. അതുകൊണ്ട് എന്നെ ജയിപ്പിക്കണം. ആഖിറത്തിലും മനുഷ്യന് സമർപ്പിക്കാൻ സുഹൃതങ്ങൾ വേണം. ആഖിറത്തിലേക്ക് ചെയ്തു വെച്ചത് എന്താണ് എന്ന് ചിന്തിക്കണം. നന്മയാണോ തിന്മയാണോ? നമ്മൾ നമുക്ക് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ച സുഹൃതങ്ങൾ. പലർക്കും പലതും പറയാറുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമുക്കെന്താണ് പറയാനുള്ളത്. ഹിമാമിങ്ങൾ ചിലർക്ക് പറയാനുള്ളത് അവരുടെ ഇൽമിന്റെ വിതരണമാണ്.
കിതാബിന്റെ തസ്നീഫാണ്, ഗ്രന്ഥരചനകളാണ്. ശുഹദാക്കൾക്ക് പറയാനുള്ളത് അവരുടെ ശരീരത്തിന്റെ സംഭാവനയാണ്. പഴയകാലത്തെ മുതലാളിമാര് പലരും അവരെ സമ്പത്ത് മുഴുവനും കൊടുത്ത സംഭാവന പറയാനുണ്ട്. കുടുംബം മൊത്തത്തിൽ ദീനിന് വേണ്ടി കൊടുത്ത സംഭാവന പറയാനുണ്ട്. ഒരു കുടുംബത്തിൽ തന്നെ ഭർത്താവും സഹോദരനും മകനും ഒന്നാകെ ഷഹീദായി പോയി, ഭാര്യ മാത്രം ബാക്കിയായി പോയി, ഒരു പെണ്ണ് മാത്രം ബാക്കിയാണ്. അങ്ങനെ ഒരു ചരിത്രം കേൾക്കുമ്പോ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? അവരെ എല്ലാവരെയും ആ ഒരു പെണ്ണ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സംഭാവന കൊടുത്തു, പരലോകത്തേക്ക് വലിയൊരു സൂക്ഷിപ്പാക്കി കൊടുത്തു. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. നമ്മൾ ഈ ചെയ്യുന്ന നിസ്കാരവും നോമ്പും കൊണ്ട് മതിയാക്കരുത്. അങ്ങനെ ഒരു വിഷയം മതിയാക്കാനല്ല ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഓരോ ശരീരവും ചിന്തിക്കണം, ആഖിറത്തിലേക്ക് വേണ്ടി കരുതി വെച്ചത് എന്താണ്, എന്തെങ്കിലും ഒന്ന് സന്തോഷിക്കാൻ ഉള്ളത്. ഇഖ്ലാസോടുകൂടെ മറ്റാരും പറയാനോ ആരെങ്കിലും നമ്മെ കുറിച്ച് പ്രശംസിക്കാനോ അല്ല, മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹു സ്വീകരിക്കുന്ന അമല് മുന്നോട്ട് വെക്കാൻ തൗഫീഖ് തരട്ടെ. അവിടെ എത്തിയിട്ട് ഒന്നും ചെയ്തില്ലല്ലോ എന്ന് വിലപിക്കുന്ന ആളുകളെ കാണുമ്പോ സങ്കടം വരും. യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. പരലോകത്ത് നമ്മളൊക്കെ കേൾക്കുന്ന ഒരു വാക്കാണ്. പലരും പറയും യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. ഇന്നത്തെ ജീവിതത്തിന് വേണ്ടി ഞാനൊന്നും മുന്തിച്ചില്ലല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ. ആഖിറത്തിന് വേണ്ടി മുന്തിച്ച് വെച്ച് റെഡിയാക്കി ചെയ്തു വെച്ചത് ഒന്നും കാണാതെ പോകൂല. അതൊക്കെ കറക്റ്റായി അള്ളാഹു റെഡിയാക്കി എഴുതി വെക്കുന്നുണ്ട്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വനക്തുബു മാ ഖദ്ദമു. അവർ ആഖിറത്തിലേക്ക് കരുതി മുന്തിച്ചു വെക്കുന്നത് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഒന്നും പോകൂല. പക്ഷെ ആഖിറത്തിന് വേണ്ടി മുന്തിച്ചതാകണം. എന്നാ അള്ളാഹു അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തി. ആഖിറത്തിന് വേണ്ടി മുന്തിച്ചു വെച്ചത്. ചില മഹാന്മാരെ ജീവിതം തന്നെ ആഖിറത്തിന് വേണ്ടി മുന്തിച്ചു വെച്ചത്. ജീവിതത്തിൽ വേറൊന്നും കാണാനില്ല, ജീവിതത്തിൽ വേറെ തരഞ്ഞിട്ട് വേറൊന്നും കാണാനില്ല. ഒരു ജീവിച്ച് ദുന്യാവിന് വേണ്ടിയാണോ വെച്ചാൽ എല്ലാരും പറയാം അല്ലല്ല, ദുന്യാവിന് വേണ്ടി ഒരു ജീവിച്ചു എന്ന് പറയാൻ പറ്റൂല. ഓല് ജീവിച്ചത് മൊത്തം ആഖിറത്തിന് വേണ്ടിയാണ്. അതെങ്ങനെയാ മൊത്തം ആഖിറത്തിന് വേണ്ടിയാകുന്നത്? പിന്നെ ദുന്യാവിലോ? ദുന്യാവിൽ അവർ നിന്നു എന്നുള്ളത് കൊണ്ട് ചെറിയൊരു ഇടപഴകൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നോക്കുകയാണെങ്കിൽ മൊത്തം അങ്ങോട്ടാണ്. എന്നാ നമ്മളെ നാട്ടിലെ ആൾക്കാർ അങ്ങനല്ല. നമ്മളെ നാട്ടിലെ ആൾക്കാരെ മെയിനായിട്ട് ചതിയിൽപ്പെടുത്തുന്ന രണ്ടെണ്ണമാണല്ലോ. നിഅമതാനി മഖ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ആ ഹദീസിൽ നോക്കി നിങ്ങൾ, രണ്ട് അനുഗ്രഹങ്ങൾ 99% കസീറും മിനന്നാസ്, അധികരിച്ച ജനങ്ങളും ആ രണ്ട് അനുഗ്രഹങ്ങളിൽ മഹാനഷ്ടത്തിലാണ്, വഞ്ചനയിലാണ്. ഒന്ന് അസ്വിഹത്തു, ആരോഗ്യം. ആരോഗ്യകാലം ആലോചിച്ച് നോക്കി നിങ്ങൾ. ആരോഗ്യകാലത്ത് ഓരോ ദിവസത്തെയും 24 മണിക്കൂർ എടുത്തു നോക്കി. ത്വാഅത്തിലായിട്ട് ആഖിറത്തിലേക്ക് സമർപ്പിക്കാൻ പറ്റുന്ന മിനിറ്റുകൾ എത്ര ഉണ്ടാവും? കുറവാണ്. ചിലത് തീരല്ല, ചിലത് തീരല്ല. ചിലത് വെള്ളിയാഴ്ച മാത്രം കിട്ടുന്ന ഒരു 10 മിനിറ്റ് ഉണ്ട്. ചിലർ ജുമാ നിസ്കാരത്തിന് അതിനും പോയില്ലേ വലിയ പ്രശ്നമല്ലേ, മറ്റൊന്നുമില്ല. നിസ്കാരമില്ല, പള്ളിക്കരുണ്ടോന്നല്ല നിസ്കാരമല്ല. മറ്റേ ജുമാ ജമാഅത്തിലല്ല, ജുമാ കിട്ടൂലല്ലോ, മറ്റൊക്കെ അങ്ങനെ കൂട്ടുന്ന ആൾക്കാരെ ബാക്കിയുള്ള ടൈമോ കൂട്ടി നോക്കി. അവരാകെ ഒരൊറ്റ ഒരു കർമ്മത്തിൽ മാത്രമേ ഉള്ളൂ, ഒരു വിഷയത്തിൽ മാത്രം. ചിലര് വാർഷികമായിട്ട് റമദാനിൽ മാത്രം നന്നാണ് ആൾക്കാർ. ഒരു വർഷത്തിൽ അവരാകെ അവരെ സമയത്തിൽ നിന്ന് ആഖിറത്തിലേക്ക് നീക്കി വെക്കുന്ന ഒരേ ഒരു മുതല് നിസ്കാരാകട്ടെ നോമ്പാകട്ടെ ഒക്കെ എപ്പോ മാത്രമേ ഉള്ളൂ? റമദാനിൽ മാത്രം. ബാക്കി ടൈമിലൊന്നുമില്ല. ബാക്കി ടൈമിൽ കാണൂല. ഇവിടെ റമദാനായാലും റമദാനായി എന്താ മറ്റേ പള്ളിക്കൊക്കെ റമദാനായി, അയാള് പള്ളിക്ക് വന്നത്. അത് പ്രതീക്ഷിക്കാൻ പറ്റിയ അമലല്ല. അങ്ങനെ ചെയ്തിട്ട് രക്ഷപ്പെടുന്ന ആൾക്കാരില്ലേ? ഒറ്റപ്പെട്ട പഴയ കാലത്തെ സംഭവങ്ങൾ മൊത്തത്തിലുള്ള തെളിവാക്കാൻ പറ്റില്ല.
അങ്ങനെ ഉണ്ട്. പഴയ കാലത്ത് കുറെ സംഭവം റമദാനെ ബഹുമാനിച്ചതിന്റെ പേരിൽ അവർ മാസത്തെ ബഹുമാനിച്ചു. അത് അന്നത്തെ ആ ഇഖ്ലാസിന്റെ കട്ടിയും കനവും കൊണ്ട് അള്ളാഹു സ്വീകരിച്ചതാണ്. അതെല്ലാ ആൾക്കാർക്കുള്ള തെളിവൊന്നുമില്ല. ഓനും രക്ഷപ്പെടും, അങ്ങനെ റമദാൻ മാസം മുമ്പാരോ ബഹുമാനിച്ചത് അങ്ങനെ രക്ഷപ്പെട്ടു, അതെല്ലാവർക്കുള്ള തെളിവല്ല. അങ്ങനെ തെളിവാക്കിയിട്ട് കാര്യമില്ല. ഇന്ന് നമ്മൾ കൂട്ടി നോക്കുക. ഇപ്പുറത്ത് ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ആരോഗ്യകാലം ആരോഗ്യകാലം നഷ്ടത്തിലാണ്. നോമ്പിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ വ്യക്തമായി ഇപ്പൊ നമ്മളെ നാട്ടിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഓതാനും ഖുർആൻ ഓതാനും എമ്പാടും സമയമുണ്ട് അല്ലേ? കൂട്ടിയൊക്കെ എമ്പാടും സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട്. പക്ഷേ അധിക സമയവും അതിനു വേണ്ടി വിനിയോഗിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യം. രാത്രി തറാവി നിസ്കാരം കഴിഞ്ഞ് 4-5 മണിക്കൂർ ഉറങ്ങിയ ആളാണെങ്കിലും സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അയാളെ മനസ്സെന്താ പറയുന്നത്? 10 മണിക്ക് ജോലിക്കോളും, എന്റെ ഇടയ്ക്ക് ഒരു 3 മണിക്കൂർ ഉറങ്ങിയാൽ സുഖമാണ്, വർണ്ണിക്കാൻ കഴിയാത്തൊരു സുഖം. അപ്പൊ ആ ഒഴിവ് സമയം, അത് ഒഴിവ് സമയമല്ല ഉസ്താദേ, അത് ഉറങ്ങണ സമയമാണ്. പിന്നെ ഏതാ ഒഴിവ് സമയം? കണ്ണും കാണുന്നില്ല, കാതും കേൾക്കണില്ല, ആഫിയത്തും ഇല്ല. അപ്പൊ ഓനെ മനസ്സിലൊരു പൂതി, പള്ളിക്കൊക്കെ പോയാൽ തിരക്കടില്ല, ഖുർആൻ ഓതിയാൽ തിരക്കടില്ല, ഒന്ന് ഹജ്ജിന് പോയാൽ തിരക്കടില്ല, ഈച്ചവന് കഴിയില്ല. അപ്പോഴാണ് ഈ അവശതയിലാണ് ഈ താല്പര്യങ്ങളൊക്കെ ഓനെ മനസ്സിൽ കയറി വരുന്നത്. അപ്പോ ചിന്തിക്കേണ്ട മറിച്ച് ചിന്തിക്കുന്നു, ഓന്റെ നല്ല ആരോഗ്യകാലം എങ്ങോട്ടാ പോയത്? ചിന്തിക്കണം, ആ കദ്ദമത്തിലെ കതിന് എന്റെ ആരോഗ്യം എങ്ങോട്ടാ പോയത്? എന്റെ നല്ല പ്രസരിപ്പുള്ള യുവത്വകാലം എങ്ങോട്ട് പോയി? ആ കാലത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് സമർപ്പിച്ചത് എന്തുണ്ട്? കുട്ടിക്കാലത്തെ നന്മകൾ നമുക്ക് പറയാനുണ്ടോ? എന്നാൽ അതും സന്തോഷമാണ്. കുട്ടിക്കാലത്ത് തന്നെ നന്മകളിൽ സജീവമായി പങ്കെടുക്കുന്ന ആളുകൾ യുവത്വകാലത്ത് അവർ കഴിവിന്റെ പരമാവധി അധ്വാനിച്ചിട്ടുണ്ട്. ആരോഗ്യകാലത്ത് നല്ലോണം ചെലവാക്കിയിട്ടുണ്ട്, വിഷമൊന്നും വന്നിട്ടില്ല. ആരോഗ്യം ലാഭകരമാണോ? അനാരോഗ്യവും ലാഭകരമാണ്. അതാണ് ഈ ഹദീസിൽ നോക്കി നിങ്ങൾ കസീറും മിനന്നാസ് അതിൽ നഷ്ടത്തിലാന്ന് പറയുമ്പോ പിന്നെ ആരാ ലാഭമുള്ളത്? ലാഭത്തിൽ ആരാളുള്ളത്? ഖലീലും മിനന്നാസ്, കുറഞ്ഞ ആൾക്കാരാ ലാഭത്തിലുള്ളത്. ഈ രണ്ട് വിഷയത്തിലും, ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് വൽ ഫറാഗ്, ഒഴിവ് സമയത്തിൽ ഏത് കളിയിൽ ഏർപ്പെടാൻ ഒരു മടിയില്ലല്ലോ. ഞാൻ നാളെ സ്ഥലത്തിങ്ങനെ പോകുമ്പോ അന്ന് ബറാത്തിരാവാ, സങ്കടം ബറാത്തിരാ 12-12:30 മണിയൊക്കെ. അപ്പൊ ചെറുപ്പക്കാരൊക്കെ ആവുമ്പോ പിന്നെ ഓല അതുകൊണ്ടാന്ന് ഒരു എന്റെ കാഴ്ചപ്പാടിൽ 10-25 എങ്ങനെയായിട്ടുണ്ട്. ഓലും കളിക്കാണ്, മൊബൈലിൽ ഗെയിം കളിക്കാം. 65 കുഴിക്ക് കാലിട്ടാനേക്കാം, കുഴിയിലേക്ക് കാല് നീട്ടാൻ ഇന്നോ നാളെ എവിടെ അതിന് മാറ്റം? വൈകുന്നേരം ഒരു 3 മണിക്കൂർ കാണണേ നോമ്പുറക്കണമെങ്കിൽ. അവിടെ ഒരു കളി കളിക്കും, അവർത്ത് മറക്കാതെ ആണെങ്കിൽ കണ്ടെന്നാലും രസമാണ്. ആ കണ്ടു നിൽക്കുന്ന ആളൊന്ന് പുറം തട്ടിയിട്ടൊന്നിങ്ങനെ വന്നിട്ട് ഇതൊരു ഒഴിവ് സമയമല്ലേ? ഇത് ഒഴിവ് സമയമല്ല, ഇത് കണ്ടിക്കണ സമയമാണ്. ഇവിടെ ഒഴിവ് സമയമില്ല. ആൾക്കാർ പറഞ്ഞ പറച്ചിലാണല്ലോ ഒഴിവ് സമയമല്ല. ഇങ്ങനൊക്കെ തീർക്കുന്ന സമയം, കാര്യമല്ലാത്തതിന് തീർക്കുന്ന സമയങ്ങളൊക്കെ ഒഴിവ് സമയമാണ്. അത്യാവശ്യത്തിന്റെ കാര്യങ്ങൾ അല്ലാത്തതിന് തീർക്കുന്ന സമയങ്ങളൊക്കെ ഒഴിവ് സമയമാണ്. ഇനി ഒന്നും ഓതുന്നില്ല, ഒന്നും ചെല്ലണില്ല, എന്നാ പിന്നെ മഹാന്മാർക്ക് എന്തായിരിക്കും പണി നിറങ്ങള്? നല്ലോണം ചിന്തിക്കും അവർ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ചിന്തിക്കും. എന്നിട്ട് ഇടക്കിടക്ക് അവർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഇങ്ങനെ ആവർത്തിച്ചു പറയും. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിക്കും അവർ. ആ ചിന്തന്നെ വലിയൊരു ഇബാദത്തല്ലേ? ഒന്നും അവർ ചെല്ലുന്നില്ല, ഒന്നും ചെയ്യുന്ന നമ്മൾ കാണുന്നില്ല, പക്ഷെ അവർ ഇബാദത്തിലാണ്, ഫിക്റിലാണ്, ചിന്തയിലാണ്. ഓരോ ഒഴിവ് സമയം ഒരു വിടൂല. അതുകൊണ്ടാണ് ഉറക്കം വരാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ മഹാന്മാർക്ക് എന്താ പണി? അവർ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലുന്നത് മാത്രമല്ല, ഒരു ബുദ്ധി കൊടുത്ത് നല്ലോണം ചിന്തിക്കും. അല്ലാഹു തആല ഭൂമിയിൽ വെച്ച ദൃഷ്ടാന്തങ്ങളെ പറ്റി ആ ചിന്തയും ഒരു ഇബാദത്താണ്. വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ശരിക്കും മനസ്സ് കൊടുത്ത് ചിന്തിക്കൂല ഇല്ലൽ ആലിമൂൻ, നല്ല ബോധവും നല്ല അറിവുള്ളവരല്ലാതെ ചിന്തിക്കൂല.
അവർ ചിന്തിക്കും. അതുകൊണ്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉറക്കം വരാതെ കിടന്ന രാത്രിയിൽ 100 മസലകളാണ് ചിന്തിച്ചെടുത്തത്. ആ ഉറക്കം വരാത്ത ലാഭല്ലേ? അങ്ങനെ ഉറക്കം വരാത്ത കൂട്ടി നോക്കുമ്പോ വലിയ ഇബാദത്താണ്. 100 മസലകൾ ലക്ഷക്കണക്കിന് ഹദീസിൽ നിന്ന് രാത്രി ഇങ്ങനെ കണ്ടെടുത്തു. കടന്ന കട്ടിൽമേൽ ഇങ്ങനെ കടന്ന് ഹദീസുകൾ ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ പായിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് എന്താണ് അതിന്റെ ഒരു രസം, എന്താണ് അതിന്റെ ഒരു സുഖം, അതങ്ങനെ ആലോചിച്ചെടുത്തു. ഇനി ഒരാള് ഖുർആനോത്ത് കേൾക്കുമ്പോ അയാൾ അതിന്റെ അർത്ഥം അനുസരിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. അയാളെ ജീവിതത്തിൽ ഖൽബിൽ ഏറ്റവും വലിയ രസമാണ്. അത്ര വലിയ രസമുള്ള സംഗതി വേറല്ല. അപ്പൊ ഖുർആനിന്റെ പിന്നാലെ അയാളെ മനസ്സും ശരീരം അങ്ങനെ നീങ്ങാണ് മണിക്കൂർ കണക്കിന്. അയാൾ ഓത്ത് കേൾക്കാണ്, മൊബൈലിൽ നിന്ന് ടേപ്പ് റെക്കോർഡിൽ നിന്ന് ഓത്ത് കേൾക്കാണ്. ആ കേൾക്കുന്നതിനോടനുസരിച്ച് ഇയാൾ അതിന്റെ അടിയൊക്കിലൂടെ അങ്ങനെ പോവുകയാണ്. ആസ്വദിക്കല്ല ഞാൻ പറയുന്നത്, ആസ്വദിക്കൽ എല്ലാവർക്കും കിട്ടും, അതല്ല. അതിന്റെ അർത്ഥതലങ്ങളിലൂടെ മനസ്സങ്ങനെ ഓടിപ്പോവുകയാണ്. അപ്പൊ ഒരായത്തിങ്ങനെ കേൾക്കുമ്പോ ആയത്തിന്റെ അർത്ഥം, ആ ആയത്തിന്റെ അവതരണം, ആ ആയത്തിന്റെ ആ ഉള്ളിലുള്ള ഗാംഭീര്യതകൾ, വിഷയങ്ങൾ, പഠിക്കാനുള്ള വിഷയങ്ങൾ, ഇതൊക്കെ ചിന്തിക്കുമ്പോ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ആ സമയം ഇബാദത്താണ്. കാരണം ആ ചിന്ത അങ്ങോട്ടാ പോകുന്നത്. അപ്പോ കാര്യമില്ലാത്തതിൽ ചെലവഴിക്കുന്ന സമയങ്ങൾ മുഴുവനും ഒഴിവ് സമയമാണ്. ഇപ്പൊ നീ കണ്ടു നിൽക്കുന്ന ദുന്യാവിൽ കാര്യമുണ്ടോ? ഇല്ല. ആഖിറത്തിൽ കാര്യമുണ്ടോ? ഇല്ല. അതിന്റെ ഒഴിവ് സമയമാണ്. അതിൽ നീ ചതിയിൽ പെട്ടുപോകാൻ പാടില്ല, കുടുങ്ങാൻ പാടില്ല. കാര്യമില്ലാത്തത് കേൾക്കുന്നതും കാണുന്നതും അതിനുവേണ്ടി പ്രയോഗിക്കുന്നതുമായ സമയങ്ങൾ. രണ്ടാൾക്കാർ കൂടി ഭയങ്കര തർക്കം. എന്താ തർക്കം? ഒരാൾ പറഞ്ഞു മറ്റാളെ ജയിക്കുള്ളൂ, ഇയാൾ പറഞ്ഞു മറ്റാളെ ജയിക്കുള്ളൂ. എന്നിട്ട് അയാള് നീ പറഞ്ഞു ശരിയല്ല, ഇതാണ് സാധ്യത. മറ്റാൾ പറഞ്ഞു അതാണ് സാധ്യത. ഇയാൾ പറഞ്ഞു അതാണ് സാധ്യത. 2 മണിക്കൂറാണ് ചെലവായി. ആർക്കെങ്കിലും ലാഭമുണ്ടോ? രണ്ടു കൂട്ടർക്കും നഷ്ടമാണ്. ഇയാള് ജയിച്ചു, മറ്റാൾ തോറ്റു. മറ്റാൾ ജയിച്ചു, ഇയാൾ തോറ്റു. ഇവർക്ക് എന്താ കിട്ടും? ഈ പറഞ്ഞ ആൾക്കാർക്ക് എന്താ കിട്ടാൻ പോകുന്ന? സഹോദരങ്ങൾ ആലോചിച്ചു. ഇവർക്ക് ഈ സമയം നഷ്ടപ്പെട്ടു എന്നല്ലാതെ, അങ്ങോട്ട് പോയി എന്നല്ലാതെ എന്തെങ്കിലും കിട്ടാണ്ടോ? ഒന്നും കിട്ടാനില്ല. ഞാനൊരു മിസാല് പറഞ്ഞു, ഒരു ഉദാഹരണം പറഞ്ഞു. പഴയകാലത്തിലെ കുട്ടികൾ കഥ പറയാനിരിക്കുക. ഈ കഥ ഇങ്ങനെ വായിച്ചിട്ട് കഥ പറയാനിരിക്കുക. അതിൽ നല്ല കഥകളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാനെങ്കിലും ഉണ്ടാവുന്നൊക്കെ, കുറെ പോയിന്റുകൾ, കുറെ വിഷയങ്ങൾ പഠിക്കാൻ, ഉദാഹരണങ്ങളിലും പഠിക്കാൻ. ഇതിൽ അതുമില്ല. ഇതിലെന്താണുള്ളത്? ഈ വാക്ക് തർക്കത്തിൽ എന്താണുള്ളത്? ഒന്നും കിട്ടാനില്ല. ഒരുപക്ഷെ അതിലൊന്ന് കിട്ടും. എന്ത്? ഒരു വൈരാഗ്യപരമായ ഒരു ചിന്ത മുളവെട്ടാനുള്ള ചാൻസ് അത് കൊണ്ടുവരും. ഒരു ദേഷ്യവും, പിന്നെ കുറച്ചൊക്കെ ഗീബത്തും നമീമത്തൊക്കെ കലർന്നു വരുമല്ലോ, അതും കിട്ടും. അപ്പൊ കാര്യമില്ലാത്തതിൽ ചെലവഴിക്കുന്ന സമയങ്ങളൊക്കെ ഫറാഗാണ്, ഒഴിവ് സമയമാണ്. ആ ഒഴിവ് സമയങ്ങൾ മുഴുവനും നല്ലതിന് ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഖുർആൻ നിർദ്ദേശം കണ്ടില്ലേ, വെറുതെ ഇരിക്കാൻ പാടില്ല. ഫൈദാ ഫറഗത ഫൻസബ്. എന്താ അതിന്റെ അർത്ഥം? ഒരു പണി കഴിഞ്ഞാൽ അടുത്ത പണി തുടങ്ങണം. ഫൈദാ ഫറഗത ഫൻസബ്. ജീവിതത്തിൽ അങ്ങനെയല്ല കൃത്യം, നമ്മളൊക്കെ കൃത്യത അങ്ങനെയല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരാൾ കല്യാണം കഴിഞ്ഞാൽ അയാൾക്ക് എന്താ ധൃതി? പറഞ്ഞാണ്, കല്യാണം കഴിഞ്ഞാൽ എന്താ ധൃതി? എന്താ ധൃതി? കുട്ടികളുണ്ടാവണം അല്ലേ? ഒരു കൊല്ലം കഴിഞ്ഞാൽ അയാൾ കാണാടൊക്കെ പറയില്ലേ? ധൃതിയാണ് ഒരു ആവശ്യം. ആ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അടുത്ത പണി എന്താ? ഒരു വീട് വെക്കണം. വീട് വെച്ചാൽ അടുത്ത പണി എന്താ? അടുത്തൊരു കുട്ടി ഉണ്ടാകണം, അതിന് തീർക്കാൻ പറയും. ആ കുട്ടീനെ പഠനത്തിലേക്ക് ചേർക്കാൻ, അതിന് തീർക്കാൻ പറയും. ആ പണിയിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി വലുതായാൽ ആ കുട്ടീനെ കെട്ടിച്ചിന പണിയാണ്. പഠനം കഴിഞ്ഞാൽ പിന്നെ അതിനെ കെട്ടിച്ചണം, പിന്നെ അതിനൊരു ജോലിയിലേക്ക് എത്തിക്കണം, അതിന് ഒരു വീട് വെക്കണം. ഇങ്ങനെ പണികൾ തുടരാണ്. അതൊക്കെ നല്ലതാ, തെറ്റൊന്നുമില്ല. ഇത് നമ്മുടെ സാഹചര്യമാണെങ്കിൽ ദുനിയാവിലും അങ്ങനെ തന്നെയല്ലേ. ഫൈദാ ഫറഗത ഫൻസബ്. ഒരു നിസ്കാരം കഴിഞ്ഞാൽ ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഔറാദ് നീ ചെയ്യണം. പിന്നെ നീ ദിക്ർ ചൊല്ലണം, ദ്വാരക്കണം. ദ്വാരന്ന് കഴിഞ്ഞാൽ നിന്റെ പണി എന്താ? നീ ജോലിയിൽ പ്രവേശിച്ചോ. ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ലാഭമാണ്. എന്നാ നിനക്ക് ഒരു പണിയില്ലേ, എന്നാ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു പണി നീ ചെയ്തോ. ഒന്നെങ്കിൽ നീ പഠിച്ചോ, അല്ലെങ്കിൽ നീ ഓദിക്കോ. ഇനി അതിലേക്കൊന്നുമില്ലേ, എന്നാ നിന്റെ മനസ്സ് കൊടുത്ത് നീ ഒന്ന് ചിന്തിച്ചു. ദുനിയാവിനെ പറ്റിയോ ആഖിറത്തിനെ പറ്റി ഒരു ചിന്ത. ദുനിയാവ് അവസാനിക്കും. എന്താ തെളിവ്? മുമ്പുള്ള പോലെ ഒന്നല്ല. ഇപ്പൊ ലോകമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിലായി ഇതിന് നിലനിൽപ്പുണ്ടോ? ഇന്നുള്ള അവസ്ഥ അല്ലല്ലോ നാളെ നമ്മൾ കാണുന്നത്.
ഇന്നലെ ഇപ്പൊ 2 ലക്ഷം, ഇനി നാളെ ചിലപ്പോ 4 ലക്ഷം മാറല്ലേ. അവസ്ഥകൾ മാറാണ്. അവസ്ഥകൾ മാറുന്ന ഒന്നിനും നിലനിൽപ്പില്ല. എവിടെ നിലനിൽപ്പുള്ളത്? അപ്പൊ മനസ്സിലായി ഈ ലോകം അവസാനിക്കാനുള്ളതാണ്. അവൻ ചിന്തിക്കാൻ, അള്ളാഹു കൊടുത്ത ബുദ്ധി കൊണ്ട് ആലോചിക്കാൻ, ആലോചിച്ച് കണ്ടെത്തുകയാണ്. പരലോകമുണ്ടോ? മരിച്ചതിന് ശേഷം ജീവിതമുണ്ടോ? ഉണ്ട്. എന്താ തെളിവ്? മഴ വർഷിക്കുന്നെങ്കിൽ നോക്കുകയാണ്. ആ മഴ വർഷിച്ചിട്ട് ഒരു തരി പുല്ലില്ലാത്ത ഒരു സ്ഥലത്ത് കുട്ടികൾ കളിച്ചിരുന്ന ഗ്രൗണ്ടാണ്. ആ മഴവെള്ളം കെട്ടി നിന്ന് എത്ര പെട്ടെന്നാലേ പുല്ല് മുളച്ച് ഇപ്പൊ പച്ച ഗ്രൗണ്ടായി മാറിയിട്ട്. ഇതുവരെ മണ്ണ് മഞ്ഞ നിറത്തിൽ, ചുവപ്പ് നിറത്തിൽ മണ്ണായിരുന്നു തുടങ്ങുന്നത്. ഈ വെള്ളം കെട്ടി നിന്നപ്പോ നല്ല പുല്ല് മുളച്ചു. എന്താ മനസ്സിലായത്? ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് അല്ലാഹു തആല ഈ പുല്ലുകളെ മുളപ്പിച്ചെങ്കിൽ മൊത്തം അങ്ങോട്ട് നാമാവശേഷമാക്കിയാലും ഒന്നും മുളപ്പിക്കാൻ ഇത്ര പണിയുള്ളൂ. ഒരു മഴ വാറ്റി വെള്ളം കെട്ടി നിന്നപ്പോ ഈ പുല്ല് മുളച്ചതുപോലെയുള്ളൂ. മനുഷ്യന്മാർ ചിന്തിച്ചാൽ എത്ര വേഗം കിട്ടും, എത്ര പെട്ടെന്ന് കിട്ടും. നല്ല രൂപത്തിലും നല്ല ഭാവത്തിലും കിട്ടും. അതുകൊണ്ടല്ലേ സൂറത്ത് യാസീൻ അല്ലാഹു തആല ചോദിക്കുന്ന തെളിവ് നോക്ക് നിങ്ങൾ. മയ്യുഹിൽ ഇളാമ വഹിയ റമീം, മുരുമ്പിപ്പോയ ജീർണിച്ചുപോയ എല്ലുകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് ഹയാത്താക്കുന്നവൻ ആര് എന്ന് അല്ലാഹുവിന്റെ ചോദ്യം. എന്താണ് അതിന് അല്ലാഹു നമ്മൾ ഉത്തരം പഠിപ്പിക്കുന്നത്? ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ. പറഞ്ഞു കൊടുക്കൂ നബിയെ, ഉത്തരവും തങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കൂ, ചോദ്യവും തങ്ങൾ ചോദിച്ചോളൂ, ഉത്തരവും പറഞ്ഞു കൊടുത്തോളൂ. കേൾക്കുന്നാക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ആദ്യത്തെ ചോദ്യം നിരീശ്വരവാദികളോട്, നിർമ്മിതവാദികളോട്, ഇതോടെ ലോകം അവസാനിക്കും, ഒരു ജീവിതമല്ലാന്ന് പറയുന്ന ആൾക്കാരോട് ചോദ്യം. അവരോട് ചോദിക്കാണ്, നുരുമ്പിപ്പോയ എല്ലുകളെ ആര് ജീവിപ്പിക്കും? അവരെ മനസ്സിൽ മൊത്തമുള്ള ചോദ്യമാണല്ലോ ഇങ്ങോട്ട്. ആ ഒരു ചോദ്യം അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് ഉത്തരം പറയുന്നു. യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ. ആദ്യം ഈ ശരീരത്തിൽ എല്ലില്ല, ഉണ്ടോ? ഇറച്ചിയില്ല, അതുമില്ല. ഈ ശരീരത്തിൽ ആദ്യം മാംസപിണ്ഡങ്ങളില്ല. ഇത് ചെറിയ ഒരു തുള്ളിയിൽ നിന്നല്ലേ തുടങ്ങിയത്? ഒരു ഇന്ദ്രത്തുള്ളിയിൽ നിന്നല്ലേ മുറക്കബായി കൂട്ടിക്കിടിപ്പിച്ചു വന്നത്? ആദ്യ ഘട്ടത്തിൽ ആരാണോ ഇതിനെ നിർമ്മിച്ചത് അവൻ ഇതിനെ ജീവിപ്പിക്കും. അപ്പോൾ എളുപ്പമാണ് ഉത്തരം കിട്ടും. യുഹീഹ, അങ്ങനെ ഒരാളുണ്ട് എന്നെല്ലാവരും സമ്മതിക്കും. അതുകൊണ്ടാണ് ഒറ്റടിക്ക് അല്ലാഹു തആല ജീവിപ്പിക്കുന്നു പറയാതെ അല്ലാഹു ഇങ്ങനെ പറഞ്ഞു. ഒറ്റടിക്ക് പറഞ്ഞാണെങ്കിൽ യുഹീല്ലാഹു എന്ന് പറഞ്ഞാൽ പോരെ. യുഹീല്ലാഹു എന്ന് പറഞ്ഞാൽ മതി. ഒറ്റടിക്ക് മറുപടി അല്ലാഹു ജീവിപ്പിക്കും. ഖുൽ അല്ലാഹ്, അല്ലാഹു ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ മതി. അങ്ങനല്ലല്ലോ പഠിപ്പിച്ചു കൊടുത്തത്. യുഹീഹ അല്ലദീ അൻശഅഹാ അവ്വല മറ. ഇത് നേരത്തെ ഇല്ലാത്തൊരു സാധനമല്ല ഈ മനുഷ്യൻ. ഇല്ല. അതിന് ആ ഘട്ടത്തിൽ ആരായിനെ ഉണ്ടാക്കിയത്? അതേതൊരു പരമമായ ശക്തിയാണ്. ആ ശക്തി തന്നെ നിങ്ങൾ ആ പറയുന്ന ആ പരമമായ എല്ലാറ്റിനും കഴിവുള്ള ആ ഒരു ശക്തിയില്ലേ, ആ ശക്തി ഇതിനെ ജീവിപ്പിക്കും. അപ്പൊ ഓരോരുത്തരും ജീവിപ്പിക്കാനുള്ള കഴിവ് ഉണ്ട്. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഓരോരുത്തരുടെയും ശരീരത്തിന്റെ പനിയുടെ അളവ് പരിശോധിക്കുന്ന ഡോക്ടർക്ക് ഓരോന്നായി തിരിയുന്നില്ലേ? എല്ലാരെയും പനിയുടെ അളവ് ഒന്നാ അല്ല. ഓരോരുത്തരുടെയും ചൂടും ഓരോരുത്തരുടെയും തണുപ്പും വ്യത്യാസമായി അറിയുന്നില്ലേ? പരിശോധിക്കുമ്പോ ഇത് ഒരു നിലക്കും പരിശോധിക്കാതെ നേരത്തെ നിർമ്മാണം നടത്തിയ അല്ലാഹു തആലാക്ക് ഓരോരുത്തരുടെയും ആകൃതിയും രൂപവും ഭാവവും ശരിക്കറിയും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. എല്ലാ തരം പടപ്പുകളെ കൊണ്ടും അവൻ സർവജ്ഞനാണ്. അപ്പൊ ഒരു നാട്ടിൽ, ഒരു പ്രദേശത്ത് എത്ര ആളുകൾ ഏതെല്ലാം രൂപത്തിൽ വസിച്ചിരുന്നു, ഒരാളും എണ്ണം വിട്ടുപോകാതെ അലീമാണ് അല്ലാഹു തആല. അവരെ പടക്കാൻ കഴിവുള്ള. അപ്പൊ ആ ഇൽമ അല്ലാഹു തആലാക്കുണ്ട്. ആ രൂപത്തിൽ അല്ലാഹു പടക്കും. ഞാനിവിടെ പറഞ്ഞു വന്നത് മനുഷ്യന് ചിന്തിക്കണം മോന്റെ ബുദ്ധി കൊണ്ട്. ഈ ചിന്തയും ഒരു ഇബാദത്താണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് നീ ചിന്തിക്കണം. ഫഇദാ ഫറഗ്ത ഫൻസുബ്. വെറുതെ സമയം തൊടയാൻ പാടില്ല. ഒരു പണി കഴിഞ്ഞാൽ അടുത്ത പണി നീ ആരംഭിക്കണം. ഒന്ന് കഴിഞ്ഞാൽ ഒന്നിനു മുഴുവൻ. അപ്പൊ ഉറങ്ങുന്ന ഒരു പണിയാണ്. അതിന്റെ ടൈമിൽ ഒരു പണിയാണ്. അതൊരു പണിയാണ്. ദുനിയാവിലും ഉപകാരമാണ്, ആഖിറത്തിലും ഉപകാരമുള്ളതാണ്. അല്ലാത്ത പണികൾ എന്ത് ആൾക്കാർ ഇങ്ങനെ പറയില്ല. എന്താ ഒന്നുമില്ല, വെറുതെ നിൽക്കാണ്. ഈ പാലം നോക്കിയിട്ട് വെള്ളം നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കാണ്. ആ പാലത്തിന്റെ ആ വെള്ളത്തിന്റെ ഇടയിൽ നീ ഒന്ന് ചിന്തിച്ചു നിന്നോ? അതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചോ? ഈ വെള്ളം ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു, ഈ വെള്ളം ഇങ്ങനെ വരുന്നൊക്കെ ഇവിടുന്ന്. അതിന്റെ അസല് ചിന്ത പോകുകയാണെങ്കിൽ നീ അങ്ങനെ പോകുമ്പോ കുറെ മലകളിലേക്ക് എത്തും.
ആ മലയുടെ പല ഭാഗങ്ങളിലുള്ള പാറകളിൽ നിന്ന് പൊട്ടി ഒഴുകിയിട്ടാണ് താഴോട്ടതൊക്കെ വന്നിവിടെ വെള്ളമാണ്, ജലാശയങ്ങളായി പുഴകളായി ഒഴുകുന്നത്. പാറന്റെ അടിയിൽ വെള്ളം വെച്ച അല്ലാഹു തആലയുടെ കഴിവിൽ എത്ര വലിയ കഴിവാണ്. നിങ്ങൾ ഇവിടുത്തെ ഒന്ന് ചുരം കയറി പോയി നോക്കൂ, നാടുകാണി ചുരം ഇങ്ങനെ കയറിയിട്ട് അപ്പുറത്ത് ഊട്ടിയിലേക്കൊന്ന് ഇങ്ങനെ കയറി നോക്കി, രണ്ട് ഭാഗത്തും കാണുന്ന മലകളിലേക്ക് നോക്കൂ. വെള്ളം ഇങ്ങനെ ഒരു വെള്ളത്തുണി ഇങ്ങനെ വരച്ച് ഇങ്ങനെ കാണാൻ കഴിയും ദൂരത്ത് നോക്കുമ്പോൾ. എന്താണ്? പാറയുടെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴുകുകയാണ്. ഇത് വിവിധ ചാലുകളായി വന്നിട്ട് പിന്നെ ഒരു തോടും അത് കുറച്ചുകൂടി വികസിച്ചൊരു പുഴയൊക്കെ ആയി മാറി. ഈ പാറക്കടിയിൽ അല്ലാഹു തആല വെള്ളം വെച്ചത് എത്രമാത്രം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മനുഷ്യന്മാരും കണ്ടില്ല നിങ്ങൾ, കിണറ്റിന്റെ അടിയിൽ പാറയാണ്, ഒന്ന് പൊട്ടിച്ചാളി വെള്ളം ഉണ്ടാവുന്നതാണ് പൊട്ടിച്ചു. തീർത്താ തീരാത്ത വെള്ളമാണ് പല കിണറ്റിലും. പാറുണ്ടോ? പാറുണ്ട്. ഒന്ന് പൊട്ടിച്ചപ്പോ നിലക്കാത്ത വെള്ളമാണ്. ചിലത് പാറ പൊട്ടിച്ച് നോക്കുമ്പോ വെള്ളമില്ല. എത്ര അടിയിലേക്കാണ് കിണർ കുഴിക്കുന്നത്? കുഴൽ കിണറിലാണ് നല്ല ആഴണ്ടല്ലോ. അത് പാറ കണ്ടാല് പണിക്കാര് പറയും രക്ഷപ്പെട്ട്. പാറന്റെ അടിയില് വെള്ളമുണ്ട്. അല്ലാഹു തആല ഈ വെച്ച വിഷയത്തെ കുറിച്ച് ഈ പാലവും പുഴയും നോക്കി നിന്ന് ആസ്വദിക്കുന്ന ആള് ഒന്നുകൂടി ആളെ ചിന്ത ഉപയോഗിച്ചാൽ ആ നിൽക്കുന്ന നൃത്തവും ചിന്തയും ഇബാദത്തായി മാറും. അപ്പൊ വെറുതെ സമയം ചെലവഴിക്കുന്നത് മനുഷ്യന് നഷ്ടാണ്. ദുനിയാവിലും നഷ്ടാണ്, ആഖിറത്തിലും നഷ്ടാണ്. കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കും. ആരോഗ്യം അതിന് തന്നെ ആവശ്യത്തിന് നല്ലോണം ചെലവഴിക്കാനുള്ളതാണ് ആരോഗ്യം. ആരോഗ്യം നല്ല വിഷയങ്ങളിലേക്ക് ചെലവഴിച്ചാൽ അനാരോഗ്യ കാലത്ത് ഒന്ന് സന്തോഷിക്കും. ഇവിടെ 10-35 കൊല്ലം നല്ലോണം ഹലാലായ നിൽക്കുന്ന ജോലി എടുത്ത് സമ്പാദ്യം ഉണ്ടാക്കി മക്കളും പേരക്കുട്ടികളൊക്കെ ആവുമ്പോൾ ക്ഷീണം അനുഭവിച്ചു നിൽക്കുന്ന വാപ്പ എല്ലാ ഭാഗത്തേക്കും നോക്കി ഇങ്ങനെ സന്തോഷിച്ചിരിക്കും. കാരണം മക്കൾക്ക് പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യത്തിന് വാപ്പിയും വല്യാപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വത്തിൽ നിന്ന് ഓല അങ്ങനെ ജീവിക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഓല ജീവിതം നോക്കുമ്പോൾ വാപ്പാക്ക് സന്തോഷമാണ്. എന്താ സന്തോഷം? ആരോഗ്യകാലത്ത് അധ്വാനിച്ചത് കൊണ്ട് കിട്ടുന്ന സന്തോഷല്ലേ? അതെ. എന്നാൽ അനാരോഗ്യകാലത്ത് ഇബാദത്തിനെ കുറിച്ചുള്ള വിഷയത്തിലും ഇങ്ങനുണ്ട്. മനുഷ്യന്റെ മനസ്സിലൊരു സന്തോഷം, പടച്ചോനെ എന്റെ ആരോഗ്യകാലത്ത് റമദാനിൽ ഞാൻ 30 നോമ്പ് നോറ്റിരുന്നു. ഇപ്പോഴും ബേജാറാകുന്ന എത്ര ഉപ്പമാരുണ്ട്. ഒരു നോമ്പെങ്കിലും നോൽക്ക് കിട്ടിയാൽ എത്ര സന്തോഷമെന്ന് കരുതുന്നവരുണ്ട്. പക്ഷെ അവരൊക്കെ ആരോഗ്യമുള്ള സമയത്ത് നോമ്പൊക്കെ നോറ്റവരാണ്, തറാവിയൊക്കെ നിസ്കരിച്ചവരാണ്. ഇപ്പൊ ഫുള്ളായിട്ട് താങ്ങൂല, കഴിയാത്തത് കൊണ്ട്. പക്ഷെ ആരോഗ്യമുള്ള സമയത്ത് തന്നെ ഒരു നിസ്കാരവും തറാവീഹിന് പോയിട്ടില്ല, ഒരു നോമ്പും നോറ്റിട്ടില്ല. അവന് എന്ത് സമാധാനിക്കാനാണ്? ഓന്റെ റമദാന് ഷാബാന് പോലെയാണ്, രാവും പകലൊക്കെ ഷാബാന്റെ മാതിരിയാണ്. അങ്ങനെ ആകുമ്പോ പിന്നെ അനാരോഗ്യം വരുമ്പോ ഓന് മനസ്സിൽ എന്ത് സമാധാനം ഒന്നും ഉണ്ടാകൂല. കാരണം ആരോഗ്യമുള്ള സമയം ഇതിന് ചെലവഴിച്ചിട്ടില്ല. ഇപ്പൊ പിന്നെ ഓന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണല്ലോ ഹദീസിൽ പറഞ്ഞത് അൽ കയ്യസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം സാവി കൊണ്ടുവന്ന ഹദീസാണത്. അൽ കയ്യസു യഥാർത്ഥ ബുദ്ധിമാൻ, മൻ ദാന നഫ്സഹു സ്വന്തം ശരീരത്തെ വിചാരണ നടത്തി, വഅമില ലിമാ ബഅദൽ മൗത്ത് മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നല്ലോണം അധ്വാനിച്ച് പ്രവർത്തിച്ചവനാണ് ബുദ്ധിമാൻ. അവനാണ് നല്ല ബുദ്ധിമാൻ. കാരണം ആ ജീവിത ലാഭമാണ്, അതാണ് ബുദ്ധിമാൻ. ബുദ്ധി ഇല്ലാത്തവന് വൽ ആജിസു, ബുദ്ധി ഇല്ലാത്തവന് കഴിവ് കുറഞ്ഞവനാരാണ്? മൻ അത്ബഅ നഫ്സഹു ഹവാഹാ, സ്വന്തം ശരീരത്തെ ഇച്ഛകൾക്കനുസരിച്ച് മുന്നോട്ട് നീക്കി, വതമന്ന അലല്ലാഹിൽ അമാനി, അല്ലാഹുവിന്റെ മേൽ കൂടുതൽ അവൻ ആഗ്രഹിച്ചു. അത് വേണം, ഇത് ആഖിറത്തുള്ള എല്ലാ സന്തോഷവും അവനക്ക് വേണം. പക്ഷേ സ്വന്തം ശരീരത്തെ അതിനു വേണ്ടി അവൻ സമർപ്പിച്ചിട്ടില്ല, വിചാരണ നടത്തിയിട്ടില്ല, പരിശോധിച്ചിട്ടില്ല, കൊണ്ടുപോയിട്ടില്ല, ഒന്നുമില്ല. ദുർബലനാണ്, കഴിവ് കുറഞ്ഞവനാണ്. എന്നാ ഓന്റെ ഇച്ഛ പറയുന്നിടത്തേക്ക് മൊത്തം ആ ശരീരത്തെ പിന്തുടർത്തിയിട്ടുണ്ട്. നല്ലോണം ആഗ്രഹമുണ്ട്, പൂതിയുണ്ട്, അത് കിട്ടണം, ഇത് കിട്ടണം, മറ്റേത് കിട്ടണം, ഒക്കെ മനസ്സിൽ ആഗ്രഹ താല്പര്യങ്ങളാണ്. ഒരാളെ ഒന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ചയെങ്കിലും ഒന്ന് പള്ളിയിൽ പോകണമെങ്കിൽ തിരക്കിടില്ലേ? അപ്പൊ ഈ കേൾക്കുന്ന ആൾക്കാർ പതുക്കെ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും. ഇവന് ആഫിയത്തുള്ള സമയത്തിന് വെള്ളിയാഴ്ച പള്ളി കയറുന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പള്ളി ഒരു 2 കാലും ഒടിഞ്ഞു കിടക്കണം. അപ്പൊ കാണാൻ വേണ്ടി ചെന്നപ്പോ ഓന്റെ മനസ്സിന്റെ ആഗ്രഹം പുറത്തേക്ക് പറഞ്ഞ വെള്ളിയാഴ്ചയെങ്കിലും ഒന്ന് നീച്ച് നടക്കാനായെങ്കിൽ.
എന്നിട്ട് അള്ളാഹു തആല ഓനക്ക് അങ്ങനെ നടക്കാൻ കഴിവ് കൊടുത്തു നോട്ടിടും. എന്നാ അവനെ വെള്ളിയാഴ്ച പള്ളി കാണൂല. ഓനെ മാർക്കറ്റ് അങ്ങാടിയിലുണ്ടാവും. ആൾക്കാരൊക്കെ അവിടെ ഇവിടെ എന്തെങ്കിലും സ്വറോട്ട് അവിടെ ഉണ്ടാവും. അപ്പൊ ഓനെ തോന്നിട്ട് അല്ല എന്റെ അസുഖമൊക്കെ മാറിയോ? ആ കഴിഞ്ഞ മാസം ട്രീറ്റ്മെന്റ് ചെയ്ത് ചെറിയൊരു വേദന ഉണ്ട്, എന്നാലും അങ്ങാടിക്കൊക്കെ വരാനായിക്കണം. അപ്പൊ അജ്ജല പറഞ്ഞ പള്ളിയൊക്കെ പോവാൻ ഇനിയും സമയമുണ്ട്. എത്ര സമയമുണ്ട്? നേരത്തെ ഒരു സുഖമില്ലാതെ കിടക്കുമ്പോ കാണാൻ പോയപ്പോ മനസ്സിൽ ആഗ്രഹം കണ്ടപ്പോ കേൾക്കുന്ന ആൾക്കാർ വിചാരിച്ചിരുന്നു ഇവര് പള്ളിയിലൊക്കെ വെള്ളിയാഴ്ച ഇങ്ങനെ പോണോണ്ട് ജുമാ മുടങ്ങിയൊരു സങ്കടമാണോ പറയണത്. ഓൻ ആദ്യം പോകല്ലൊരു വിഷയം. ഇപ്പൊ പിന്നെ അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം ഇനി ഇതിൽ നിന്നൊരു മോചനം ഇങ്ങനെ ആഗ്രഹിച്ചിട്ടെങ്കിലും അള്ളാഹ് തരട്ടെ എന്ന് കരുതിയിട്ട് ആഗ്രഹിക്കാണ്. അള്ളാഹുവിന്റെ മേലോൻ അങ്ങനെ ആഗ്രഹങ്ങൾ പലതും വെച്ച് പുലർത്തുന്നു. പക്ഷെ അതിന് ശരീരത്തെ പാകപ്പെടുത്തിയിട്ടില്ല. അവനാണ് ദുർബലൻ, ബുദ്ധി കുറഞ്ഞവൻ. സ്വന്തം ശരീരത്തെ താന്തോലിത്തങ്ങളിലേക്ക് മുഴുവൻ കൊണ്ടുപോയി. താല്പര്യങ്ങളോ വലിയ താല്പര്യമാണ്. അങ്ങനെ മരിക്കണം, ഇങ്ങനെ സന്തോഷമാകണം, അങ്ങനെ അവിടെ ഇങ്ങനെ കിട്ടണം, ഇങ്ങനെ കിട്ടണം, ആഗ്രഹങ്ങളാണ്. ആഗ്രഹം മാത്രമേ ഉള്ളൂ. സ്വന്തം ശരീരത്തിന് അതിന് വേണ്ട വിചാരണയും അമലും ഉണ്ടാക്കിയെടുത്തിട്ടില്ല. ഈ ആയത്തിൽ പ്രധാനമായും നമ്മളോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പന, നാളത്തേക്ക് വേണ്ടി ഓരോ ശരീരവും എന്ത് ചെയ്തു എന്ന് ചിന്തിക്കണം എന്നതിലുള്ള നമ്മൾ ആഗ്രഹിപ്പിക്കുന്നത് അമലുകൾ പെരുപ്പിക്കാനാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനുള്ള ആഫിയത്തും മനസ്സും അള്ളാഹു ഏറ്റി തരട്ടെ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം തങ്ങളുടെ അടുത്തേക്ക് മുളർ ഗോത്രക്കാരിൽപ്പെട്ട ആളുകൾ വന്നു. എങ്ങനെ വന്നത്? ചെരുപ്പ് ധരിക്കാതെ, വസ്ത്രമില്ല, പലർക്കും വസ്ത്രമില്ല, ഒന്നും ധരിക്കാനില്ല. ചിലർക്കൊക്കെ ചില കരിമ്പടങ്ങൾ മാത്രം ധരിക്കാനുണ്ട്. ചില ആളുകൾ അവരെ കയ്യില് സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ചെറിയ ആയുധങ്ങളുണ്ട്. ഒരു മുളർ ഗോത്രക്കാരാണ്. നബി തങ്ങളെ ഹളറത്തിൽ വന്നു. ശരീരത്തിൽ വസ്ത്രമൊന്നും ധരിക്കാതെ, ചെരുപ്പ് ധരിക്കാതെ വന്നപ്പോ തങ്ങളെ മുഖത്ത് വല്ലാത്തൊരു വിഷമം. ഇവരൊക്കെ വിശ്വസിച്ചവരാണ്. അവരെ ദാരിദ്ര്യം കണ്ടിട്ട് ഒരു ചെരുപ്പ് പോലും ഇടാനില്ല. ഈ ഒരു വിഷമാവസ്ഥ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. പിന്നെ പുറത്തിറങ്ങിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് വാങ്ങി വിളിക്കാൻ പറഞ്ഞു. നിസ്കാരത്തിന് നേരായിട്ടുണ്ട്, വാങ്ങി വിളിച്ചു. ഇഖാമത്ത് കൊടുത്തു. നിസ്കാരം കഴിഞ്ഞിട്ട് തങ്ങൾ ഖുതുബയോതി ജനങ്ങളെ വിളിച്ചിട്ട് തങ്ങൾ ആയത്തുകൾ ഒരുപാട് ഓതിക്കൊടുത്തിട്ട് അവസാനം പറഞ്ഞു, ജനങ്ങളെ, നാളത്തേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഓരോ ശരീരവും ചിന്തിക്കട്ടെ, നല്ലോണം ആലോചിക്കട്ടെ. ഓരോരുത്തരെ കൊണ്ടും കഴിയുന്ന ദീനാറും ദുർഹമും ഓരോരുത്തരും കൊണ്ടുവരണം. ചില ഹദീസിൽ കാണാം ദീനാറും ദുർഹമും വേണ്ടാതെ വരുന്ന സമയമാകുന്നതിന് മുമ്പ് കൊണ്ടുവരട്ടെ. വസ്ത്രങ്ങൾ കഴിയുന്നവർ വസ്ത്രം കൊണ്ടുവരട്ടെ, ഭക്ഷണം കഴിയുന്നവർ ഭക്ഷണം കൊണ്ടുവരട്ടെ. ഇത് പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു, ലാസ്റ്റ് ഘട്ടത്തിൽ ഒന്നും കഴിയാത്തവൻ ഒരു കാരക്കയുടെ പകുതിയെങ്കിലും കൊണ്ടുവരട്ടെ. പകുതി കൊടുത്തോട്ടെ, പകുതിയെങ്കിലും. കാരക്കന്റെ ചീള് എന്നല്ല, കാരക്കന്റെ പകുതി. ശിക്ക് തമ്രാണെന്നാണ്. ഒരു കാരക്കന്റെ പകുതി ഒരു കഷ്ണെങ്കിലും കൊണ്ടുവരട്ടെ. ചീള് മാത്രം ആയിട്ടെന്താ കാര്യം? ഒരു പകുതിയെങ്കിലും കൊണ്ടുവരട്ടെ. അങ്ങനെ നോക്കുമ്പോ കുറച്ചു കഴിഞ്ഞ് തങ്ങൾ ഈ ഉപദേശം ഉപദേശിച്ചു. അൻസാറുകളിൽ നിന്ന്, കൂട്ടത്തിൽ നിന്ന് ഒരാള് പൊന്തിക്കാൻ കഴിയാത്ത അത്രയും, കയ്യിൽ പൊന്താൻ കഴിയാത്ത അത്രയും വലിയൊരു കൊട്ട നിറയെ കൊണ്ടുവരുന്നു. പിന്നെ പലരും വസ്ത്രം കൊണ്ടുവരുന്നു, പിന്നെ ഗോതമ്പ് കൊണ്ടുവരുന്നു, ചോളം കൊണ്ടുവരുന്നു, തൊലിക്കോതമ്പ് കൊണ്ടുവരുന്നു. കുറച്ച് കഴിയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ രണ്ട് കൂട്ടം കാണുന്നു. ഒരു കൂട്ടം വസ്ത്രം, വേറൊരു കൂട്ടം ഭക്ഷ്യവസ്തുക്കൾ. രണ്ട് കൂമ്പാരങ്ങൾ, രണ്ട് ഭാഗത്ത് രണ്ട് കൂമ്പാരം കണ്ടപ്പോ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ മുഖം നബിതങ്ങളിലേക്ക് തിരിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുൻദിർ ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബിതങ്ങളെ മുഖത്ത് നോക്കുമ്പോ ജരീർ റളിയല്ലാഹു അൻഹു പറയാണ്, തങ്ങളെ മുഖം വല്ലാതെ പ്രകാശിക്കുന്നുണ്ട്. കന്നഹു മുദ്ഹിബാ, ഒരു സ്വർണത്തിന്റെ പ്രകാശം പോലെ, വല്ലാത്ത പ്രകാശം.
തങ്ങളെ മുഖത്ത് നോക്കുമ്പോൾ വല്ലാത്ത പ്രകാശമുണ്ട്. കാരണം ഒരു ആയത്ത് ഓതിയിട്ട് ആഖിറത്തിലേക്ക് മുന്തിക്കണം, ആഖിറത്തിലേക്ക് വല്ലതും ചെയ്യണം. പാവങ്ങളാണ് ഈ വന്നിരിക്കുന്ന സ്വഹാബ എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് വീട്ടിൽ പോയി അവരവരെ കൊണ്ട് കഴിയുന്ന വസ്തുക്കളൊക്കെ കൊണ്ടുവന്നു, വസ്ത്രങ്ങൾ കൊണ്ടുവന്നു, ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്നു. ഇത് കണ്ടപ്പോ തങ്ങൾ പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന. ഈ രൂപത്തിൽ കൊണ്ടുവരാൻ തങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ലെങ്കിലും രണ്ട് കൂമ്പാരമാക്കി തങ്ങളെ മുന്നിൽ ഇങ്ങനെ കൂട്ടിയിട്ടു. വിവിധ വസ്ത്രങ്ങളും വിവിധ ഭക്ഷ്യവസ്തുക്കളുമാണ്. വന്ന ആളുകളിലേക്ക് കൊടുക്കാനാണിതൊക്കെ. ധരിക്കാൻ തുണിയില്ലാത്തവരുണ്ട്, നഗ്നരായി വന്നവരുണ്ട്. കൊണ്ടുവന്ന കൂട്ടത്തിൽ ചെരുപ്പുണ്ട്, ചെരുപ്പില്ലാത്തവർക്ക് കൊടുക്കാൻ. ഇസ്ലാമിനൊരു നല്ല മാതൃക ആരെങ്കിലും സൃഷ്ടിച്ചാൽ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ ബഅദഹു, ആ ചെയ്ത ആൾക്ക് ഈ നല്ല സുന്നത്തിന്റെ കൂലിയുണ്ട്. ശേഷം ആരൊക്കെ ചെയ്തോ അവരുടെയും കൂലിയുണ്ട് ഖിയാമത്ത് നാൾ വരെ. മിൻ ഗൈരി അയ്യൻഖുസ മിൻ ഉജൂരിഹിം ഷൈ, ചെയ്തവർക്കുള്ള ഒരു കൂലിയും കുറക്കാതെ. പല പള്ളികളിലും അസ്തമിച്ചുപോയ സുന്നത്തുകൾ ഉലമാക്കൾ ഹയാത്താക്കിയിട്ടുണ്ട്. വന്യരായ ഗുരുവര്യർ ടി.സി. ഉസ്താദ് അവരെ അനുസ്മരിക്കുന്ന മാസമാണ് വിശുദ്ധ റമളാൻ. അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. റമളാനിലാണ് ഉസ്താദ് വഫാത്തായത്. ഉസ്താദ് ഏത് പള്ളിയിൽ ദർശനം എടുത്തിട്ടുണ്ടോ നിങ്ങൾ അടക്കം പോയി നോക്കി. അവിടൊക്കെ മഗ്‌രിബിന്റെ മുമ്പ് രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ടാവും. അത് ആളുകളോട് അതിന്റെ സുന്നത്തും അതിന്റെ താല്പര്യവും അതിന്റെ ബഹുമാനമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, നേരത്തെ അങ്ങനത്തെ നിസ്കാരം ഉണ്ടാകൂല അവിടെ, പാങ്കൊടുത്തോട് നിസ്കരിക്കാന്നുള്ള ശൈലിയാണ് ആ സുന്നത്ത് നിസ്കാരം ഉണ്ടാക്കി. അങ്ങനെ ആളുകളൊക്കെ പള്ളിയിലേക്ക് വരുമ്പോ എല്ലാവർക്കും ജമാഅത്ത് 50 റക്അത്തിൽ നിന്ന് കിട്ടും മഗ്‌രിബ്. അതിനൊരു കാരണമാണ്. കാരണം ബാങ്ക് കൊടുത്തപ്പം നിസ്കരിച്ചാൽ അങ്ങാടി വീഡിയോ കൂട്ടി തന്നെ ആൾക്ക് ചിലപ്പോൾ 1 റക്അത്ത് 2 റക്അത്തൊക്കെ പോകും. അപ്പൊ ഈ സുന്നത്ത് നിസ്കരിച്ച് ഇവിടെ ആൾക്കാർ ചെറിയൊരു സമയം കൂടി വല്ല വെയിറ്റ് ചെയ്താൽ അതും കിട്ടും, ഇവർക്ക് സുന്നത്ത് നിസ്കാരം. പുറമെ ഒരു സുന്നത്ത് അങ്ങനെ നടപ്പിലാക്കാനുള്ള കഴിവാണ്. ഇങ്ങനെ കുറെ സുന്നത്തുകൾ, നഷ്ടപ്പെട്ടു പോയ സുന്നത്തുകളൊക്കെ ഉലമാക്കൾ ഹയാത്താക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട മറ്റൊരു സുന്നത്താണ് നിസ്കാരത്തിന് ശേഷമുള്ള ഈ ദിക്റുകൾ പതിവാക്കാൻ ആളുകളെ ശീലിപ്പിച്ചു. അത് വലിയൊരു സുന്നത്താണ്. നിസ്കാരം കഴിഞ്ഞ് ആളുകൾ ഇങ്ങനെ എണീറ്റ് പോകുന്ന മാർഗം മാറ്റിയിട്ട് ഈ ദിക്റുകളൊക്കെ കൊണ്ടു നടക്കാനും അത് ചെയ്യാനും ചൊല്ലാനും അവർ ശീലിപ്പിച്ചു. പഴയ കാലത്തെ പള്ളികളിലൊക്കെ, ചില പള്ളികളിലൊക്കെ കാണാം വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം 7 ഫാത്തിഹ ഓതുന്നു. 7 ഫാത്തിഹ പഴയ കാലത്തെ പള്ളിയിലൊക്കെ. അത് അന്നത്തെ കാലത്തെ ഉലമാക്കൾ അതിന്റെ മഹത്വം പറഞ്ഞ് ശീലമാക്കിയതാണ്. നമുക്ക് അസുഖം വന്ന 114 ഓതൂലേ, അതിന്റെ മഹത്വം മനസ്സിലാക്കിയാൽ എത്ര വലിയ മഹത്തുള്ളതാണ്. മഗ്‌രിബിന്റെ മുമ്പുള്ള തസ്ബീഹ് അതൊക്കെ ആ കൂട്ടത്തിൽ പെട്ടതാണ്. അതൊക്കെ പലയിടങ്ങളിലും നിലച്ചുപോയ സുന്നത്തുകളാണ്. ഉലമാക്കൾ ദർസ് കൊണ്ടുവന്ന് അല്ലാതെയും പള്ളിയിൽ ആളുകളെ ക്ഷണിച്ചു വരുത്തി, കുട്ടികളെ വിളിച്ചു വരുത്തി, ഒരു 10-15 കുട്ടികൾ ഒന്ന് തസ്ബീഹ് ചെല്ലുമ്പോൾ 1-2 തസ്ബീഹ് കേട്ട് ഏതെങ്കിലും ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി നേരത്തെ പള്ളിയിലേക്ക് എത്തിയിട്ട് അവ്വൽ ജമാഅത്തിന് കൂടാൻ അതൊരു കാരണമായാൽ അതെത്ര വലിയ മഹത്തുള്ള സംഗതിയാണ്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് സുന്നത്തുകൾ പരിഷ്കരിപ്പിക്കുന്നത്, കൊണ്ടുവരുന്നതിന് വലിയ കൂലിയുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു മാതൃക, ഇസ്ലാമിന്റെ വ്യാപനത്തിന് വേണ്ടിയുള്ള നല്ല മാതൃക ആരാണോ ഇസ്ലാമിൽ ചെയ്യുന്നത്, സുന്നത്തൻ ഹസന. ഇവിടെ ഇപ്പൊ സ്വഹാബത്തിനോട് നബി തങ്ങൾ ആയത്ത് ഓതിയിട്ട് കഴിയുന്നവരൊക്കെ സ്വതക്ക ചെയ്യണമെന്നാ പറഞ്ഞു. അപ്പോലെ ദിർഹമും ദീനാറൊക്കെ കൊണ്ടുവരുന്നതിന് പകരം ഇവിടെ ഇവർക്ക് ആവശ്യമുള്ളത് കാര്യമായിട്ട് 2 എണ്ണാണ്. ഒന്ന് ഭക്ഷ്യവസ്തുക്കൾ, മറ്റൊന്ന് വസ്ത്രം, അല്ലേ? അത് 2 കൊണ്ടുവന്ന് കൂട്ടിയിട്ടു. ഇങ്ങനെ 2 കൂമ്പാരം കൊണ്ടുവരും തങ്ങൾ പറഞ്ഞോ? ഇല്ലല്ല, തങ്ങൾ പറഞ്ഞ എത്ര? ദീനാറ് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ദീനാറ്, ദിർഹം കൊണ്ടുവരാൻ ദിർഹം കൊണ്ടുവരുന്ന, ഭക്ഷണം കൊണ്ടുവരാൻ ഭക്ഷണം കൊണ്ടുവരാൻ. അപ്പൊ അവർക്ക് അന്നത്തേക്കുള്ള ഭക്ഷണമല്ല, വീട്ടിൽ പോയി കുറച്ച് കഴിക്കാനുള്ള ഭക്ഷണം കൂടിയാണ് 2 കൂമ്പാരങ്ങൾ നിറയെ ഇങ്ങനെ കൂട്ടിയിട്ടു. അത് കണ്ടപ്പോ ആ തങ്ങൾ പറഞ്ഞു ഇത് വല്ലാത്തൊരു സന്തോഷമുള്ള സംഗതിയാണ്. അതേ സമയത്ത് തന്നെ തിരിച്ചും പറഞ്ഞു, ഒമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅ, ഒരു ദുഷിച്ച മാതൃക ഇസ്ലാമിൽ ആരെങ്കിലും നടപ്പിലാക്കിയാൽ, ഇസ്ലാമിൽ ചില ദുഷിച്ച മാതൃകകൾ നടപ്പിലാക്കി തുടങ്ങിയില്ല.
ഇസ്ലാമിൽ എവിടെയില്ലല്ലോ ഒരു പെണ്ണിനെ ഇമാമത്താക്കി നിർത്തിയിട്ട് ഒരു ജമാഅത്ത്, അതും വിദേഹത്തുകാർ പലയിടത്തും തുടങ്ങുക. ഒരു പെണ്ണിനെ ജമാഅത്താക്കി ഇമാമത്ത് നിർത്തിയിട്ട് പുരുഷന്മാർക്ക് ആണുങ്ങൾക്ക് പെണ്ണ് വാഴ പറഞ്ഞെടുക്കുക. അങ്ങനെ ഒന്നുണ്ടോ? സുന്നത്തൻ സയ്യത്തൻ, ഒരു ചീത്ത മാതൃക. ആണുങ്ങളൊക്കെ എത്തിയിട്ട് വാഴ പറഞ്ഞെടുക്കുന്ന ആര്? ഒരു പെണ്ണ്. അങ്ങനെ ഒരു മാതൃക ഇസ്ലാമിലില്ല. പെണ്ണിന് ക്ലാസ് കൊടുക്കുന്ന മാർഗമുണ്ട്, പണ്ടേണ്ട്. ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെയാണ് പെണ്ണുങ്ങൾ വന്ന് ഇൽമു പഠിക്കുന്ന, ചോദിക്കുന്ന, അറിയുന്ന, എഴുതിയെടുക്കുന്ന സമ്പ്രദായം നേരത്തെ ഉണ്ട്. തെറ്റില്ല. ഇത് ആണുങ്ങൾക്ക് പെണ്ണ് വന്ന് വാഴ കൊടുക്കുകയാണ്, ഉപദേശം കൊടുക്കുകയാണ്, ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. ഉസ്താദേ, ആ പെണ്ണ് ഫുള്ള് ഹിജാബിലാണെങ്കിൽ വല്ല കുഴപ്പമുണ്ട്? ഏതെങ്കിലും ഒരാൾക്ക് ആ പെണ്ണിന്റെ ശബ്ദത്തിൽ, ശബ്ദാവൃത്തല്ല, ശബ്ദത്തിൽ ഒരു ആസ്വാദനം തോന്നി, ഒരു രസം തോന്നിയിട്ട് ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ഒരു താല്പര്യം തോന്നിയാൽ മതി. കിടക്കുന്നത് ആരും അങ്ങനെ അല്ലാത്ത ആൾക്കാരെ നിർമ്മിച്ചുകൊണ്ടത് അതങ്ങനല്ലേ? അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഈ വിഷയങ്ങളൊക്കെ കൽപ്പിക്കപ്പെട്ട ആൾക്കാരല്ലേ ചെയ്യേണ്ടത്. ഒരു ചീത്ത മാതൃക സൃഷ്ടിക്കാൻ പാടില്ല. ഒരു പെണ്ണിനെ ചികിത്സിക്കുന്ന ആണാണെങ്കിൽ അതിനുണ്ടൊരു പരിധിയും പരിമിതിയൊക്കെ. ചികിത്സക്ക് വേണ്ടി നോക്കാൻ പറ്റുന്നിടത്തേക്ക് നോക്കാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്, നോക്കണമെങ്കിൽ, അല്ലെങ്കിലില്ല. അതേ സമയത്ത് പെണ്ണുങ്ങൾ അങ്ങനെ വരികയാണ്, ആ പെണ്ണുങ്ങളൊക്കെ നോക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അത് നിയന്ത്രിക്കപ്പെടണം. കഴിവിന്റെ പരമാവധി നിയന്ത്രിക്കണം, ശ്രദ്ധിച്ചും സൂക്ഷിച്ചു. കാരണം നോക്കേണ്ടതില്ലെങ്കിൽ നോക്കാൻ പറ്റാത്ത രൂപത്തിൽ ചികിത്സിച്ചാൽ മതി. കാണാൻ പറ്റാത്ത രൂപത്തിൽ, കാണേണ്ട ആവശ്യമില്ല. കാണേണ്ട ആവശ്യങ്ങൾക്ക് നോക്കൽ ഹലാലാണ്. ഒരു പെണ്ണിന് ചതവും മുളുക്കുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ ചതവ് മുളുക്കുള്ള സ്ഥലത്ത് മരുന്ന് പറ്റണമെങ്കിൽ ആ സ്ഥലം കാണണ്ടേ? അല്ല അങ്ങനെ കഴിയുന്നത്. കൈയിന്റെ മേൽഭാഗം, ഷോൾഡറിന്റെ ഭാഗം എന്തോ ഒരു കേടായിട്ട് വേദനിക്കുന്നു. അപ്പൊ അവിടെ ഉഴിഞ്ഞു കെട്ടണം. ഉഴിഞ്ഞു കെട്ടണമെങ്കിൽ കാണുന്നതിന് മേലെ കൂടി ഉഴിഞ്ഞിട്ട് കാര്യം, വസ്ത്രത്തിന്റെ മേലെ കൂടി. അത് ഡോക്ടർക്ക് ഹലാലാണ്, നോക്കലും കാണലും. ഓപ്പറേഷൻ ചെയ്യണം, ട്രീറ്റ്മെന്റ് ചെയ്യണം, പൊട്ടിന്റെ ആ പൊട്ട് റെഡിയാക്കിയിട്ട് അവിടെ തുന്നിക്കൊടുത്ത് റെഡിയാക്കണം. കാണല് ഹലാലാണ് ആവശ്യത്തിന്. ഇതിങ്ങനെ വന്ന് ഉസ്താദേ ഞാനിങ്ങനെ ചികിത്സക്കൊന്നാണ്. ചികിത്സക്കൊന്നോട്ടെ, അതിന് അങ്ങോട്ട് നോക്കി, ഇവിടെ നിങ്ങൾ ഇവിടെ ഇരിക്കും. എന്നിട്ട് ആ പെണ്ണിനോട്, ആണിനോട് സംസാരിക്കും പോലെ സംസാരിക്കാൻ പറ്റും? ഇല്ല. ആ പെണ്ണിന് പരിമിതമായ രൂപത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സലാമത്താക്കണം. ഒരടുപ്പം എന്ന രീതിയിൽ പോലെ അകലം, അവിടെയാണ് ശരിക്ക് നമ്മളെ അകലം പാലിക്കൽ കാര്യമായിട്ട് പരിഗണിക്കുന്നത്. അവിടെ അടുപ്പം പാടില്ല. എന്താണ്? ആ പുരുഷൻ നല്ല മനുഷ്യനാണെങ്കിലും ആ ഇജിത്യമായൊരു തെറ്റിദ്ധാരണ വരും. ഒരു അന്യ പെണ്ണും അന്യ ആണും ഒരുമിച്ച് കൂടാൻ പറ്റും, പക്ഷെ അതിന് ആരെ പോലെ ആകണം? റാബിയ ബീവി റളിയല്ലാഹു അൻഹ പോലെയും സുഫിയാൻ സൗരി പോലത്തെ ആൾക്കാരാകണം. അങ്ങനത്തെ ആൾക്കാരൊന്നും കിട്ടാത്ത കാലത്ത് നമ്മൾ വെറുതെ ഉദാഹരണം പറഞ്ഞു. അപ്പോൾ അകലം പാലിക്കും. ഒരു ചുമരിന്റെ അപ്പുറത്ത്, ഒരു മറയുടെ അപ്പുറത്ത് ഇങ്ങോട്ട് പ്രവേശനം സാധിക്കാത്ത ഒരു രൂപത്തിൽ ആ പെണ്ണ് നിൽക്കുന്നു, വിഷയങ്ങൾ പറയുന്നു, ഇവിടുന്ന് എഴുതിയിട്ട് അങ്ങോട്ട് കൊടുക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, പോകുന്നു. മറ്റേതൊക്കെ അപകടകരമാണ് വിഷയങ്ങളൊക്കെ. ഒരു ചീത്ത മാതൃക ഇസ്ലാമിൽ ആര് സൃഷ്ടിച്ചാലും ആ ചീത്തയുടെ കുറ്റവും അത് അനുവർത്തിച്ച് പിന്നെ ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരുടെ കുറ്റമൊക്കെ ഈ തുടങ്ങിയ ആൾക്കുണ്ടാകും. കുറ്റങ്ങളിൽ നിന്നൊന്നും കുറയാതെ. ഈ ഹദീസ് ഇവിടെ ഇബ്നു കസീർ കൊണ്ടുവരാനുള്ള കാരണം നമ്മൾ പഠിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ആഖിറത്തിലേക്ക് വേണ്ട വലിയ ഒരു സംഭാവനയാണ് ഇപ്പോൾ സ്വഹാബത്ത് ചെയ്തത്. മാ ഖദ്ദമത്തിന് പതി നന്നില്ലേ, നാളെ ആഖിറത്തിലേക്ക് വേണ്ടി അവർ മുന്തിച്ചു. ഈ പാവപ്പെട്ട മുതലഗോത്രക്കാർക്ക് ധരിക്കാനുള്ള വസ്ത്രവും കഴിക്കാനുള്ള ഭക്ഷണവും കൊടുത്തു. ഈ വസ്ത്രവും ഈ ഭക്ഷണവും ഒക്കെ ആഖിറത്തിലേക്ക് അവർ സമ്പാദ്യമാണ്. ആ ആയത്തിന്റെ തൊട്ട് പിറകിലും അള്ളാഹു പറയുന്നു വത്തഖുല്ലാ. തുടക്കത്തിലുണ്ടൊരു വത്തഖുല്ലാ, ഒടുക്കത്തിലും വത്തഖുല്ലാ. അതെന്താ? തുടക്കവും ഒടുക്കവും ഒക്കെ തഖ്വയിലാകണം എന്ന് അറിയിക്കാനാണത്. ഏത് കാര്യത്തിന്റെയും ആദ്യവും അവസാനവും രണ്ട് വിഷയങ്ങളും തഖ്വയിലായിട്ട് കലാശിക്കണം, തഖ്വയിലായിട്ട് നിൽക്കണം എന്ന് പഠിപ്പിക്കാനാണ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏത് കാര്യത്തിന്റെ തുടക്കവും ആ കാര്യത്തിന്റെ അവസാനവും തഖ്വയിൽ കലാശിക്കണം.
തുടങ്ങുന്നത് നല്ല ഫാത്തിഹ ഓതിയിട്ടാ തുടങ്ങുന്നത്. അവസാനം ബേജാറാകുന്ന കോലത്തിലാണത് പറ്റൂല. തുടങ്ങുന്നു, നല്ലൊരു തുടക്കം. എന്താണ്? സൽക്കാരത്തിന് പോകാണ്, പുറപ്പെടുകയാണ്. കുറച്ചു കഴിഞ്ഞാൽ സൽക്കാരത്തിനോട് ഫാത്തിഹ ഓതി പുറപ്പെട്ടു. പടച്ചോനെ, സൽക്കാരത്തിന് പോയി നോക്കുമ്പോ ആണും പെണ്ണും അന്യനും അന്യനല്ലാത്തതൊക്കെ മുഷക്കലായി ഇടകലർന്നായിരിക്കുന്നത്. കലാശിച്ചത് എവിടെയാണ്? ഈ രൂപത്തിലാണ്. അങ്ങനെ ആകാൻ പാടില്ല. നല്ല നിലക്ക് തുടങ്ങിയത് നല്ല നിലക്ക് തീരണം. അങ്ങനെയാണ്. രാവിലെ ഉസ്താദയങ്ങളൊന്ന് വരണം, കല്യാണപ്പുരക്ക് വന്നു, ഫാത്തിഹ ഓതി ഭക്ഷണമൊക്കെ വിളമ്പി തുടങ്ങി. പെണ്ണുങ്ങൾക്ക് വേറെ ഭക്ഷണം, ആണുങ്ങൾക്ക് വേറെ ഭക്ഷണം. ഉസ്താദുമാർ ഭക്ഷണം കഴിച്ചു പോയപ്പോ ആരോന്ന് പറഞ്ഞു, ഞാൻ മറ മാറ്റാളി, മൂല്യമാരൊക്കെ പോയി കിടഞ്ഞ് ഒന്നിച്ച് ഒരുമിച്ച് ഇരുന്നോട്ടെ. മൂല്യമാര് എന്നെ വരെ ഈ പെണ്ണുങ്ങളെ കാണാൻ പറ്റും. മൂല്യമാര് പോയാൽ പിന്നെ ഏത് പെണ്ണിനെ ഏത് ആളിനെ എങ്ങനെ കാണാം, എവിടെ ഇരിക്കുക, എന്തു സംസാരിക്കുക, എന്ത് ചർച്ചയാക്കുന്നുണ്ടോ? അങ്ങനെ നിലപാടൊന്നും ഇസ്ലാമില്ല. കാണൽ എല്ലാവർക്കും ഒരേ ഹുക്കുമാണ്. മൂല്യരാണെങ്കിലും തങ്ങളാണ് ശരി, ഔലിയപ്പാപ്പയാണ് ശരി, വേറെ ആണെങ്കിലും ശരി, ഒരേ ഹുക്കുമാണ്. എല്ലാവർക്കും ഒരേ ഹുക്കുമാണ്. ഹുക്കിൽ മാറ്റൊന്നും. ആ മറ ആ ആൾക്കാർ ഭക്ഷണം കഴിച്ചോടും തീർന്നവരെ ആ മറ എടുക്കട്ടെ. അത് ഓൽക്കുള്ള മറയാണ്, ഓല് ഭക്ഷണം കഴിച്ചോടും. അല്ലാതെ ഉസ്താദ്മാര് വന്ന് ഫാത്തിഹ ഓതി പോയി ഇനി ആ മറന്റെ ആവശ്യമില്ലാന്നല്ല. അപ്പൊ ഈ മറക്കൊരു പരിധി ഉണ്ട്, ഇവന്റെ ആൾക്കാർക്കൊരു പരിധി ഇല്ല. തുടങ്ങിയത് എങ്ങനെയാണോ അത് തഖ്വയിലായി തുടങ്ങിയ തഖ്വയിൽ തന്നെ ചെയ്യണം. അതിനാണ് രണ്ട് ഭാഗത്തും ഇത്തഖുല്ലാ ഇത്തഖുല്ലാ വെറുതെ കൊടുത്തതല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് വത്തഖുല്ലാ. രണ്ട് ഭാഗത്തും കൊണ്ടില്ല തഖ്വ. അല്ലെങ്കിൽ ചില മഹാന്മാര് പറഞ്ഞു, തുടക്കത്തിൽ വാജിബാത്ത് നിർവഹിക്കാനാണ് ആദ്യത്തെ നിർദ്ദേശം. രണ്ടാമത്തെ തഖ്വ മഹാരിം ഒഴിവാക്കാൻ, നിഷിദ്ധങ്ങൾ ഒഴിവാക്കാൻ, സൂക്ഷിക്കാനാണ് രണ്ടാമത്തെ തഖ്വ. രണ്ടുമാണല്ലോ ശരിക്കും പ്രധാനപ്പെട്ട തഖ്വയുടെ ഭാഗം. ഒന്ന് വാജിബാത്ത് കണിശമായി കൊണ്ടുവരാ, മറ്റൊന്ന് ഹറാമുകൾ ഒഴിവാക്കുക. രണ്ട് രൂപത്തിലാണ് അല്ലാഹു തആല ഈ പഠിപ്പിക്കുന്നത്. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെ കൊണ്ടും അല്ലാഹു തആല സർവജ്ഞനാണ്, ശരിക്ക് ഉള്ളറിയുന്നവനാണ്. അല്ലാഹു തആല നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ അല്ലേ, ശരിക്കതിന്റെ ഉൾഭാഗം അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അല്ലാഹു പറയുന്നു, വലാ തകൂനു കല്ലദീന നസുല്ലാഹ്. നിങ്ങളാകരുത് കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിനെ മറന്നവരെ പോലെ ആകരുത്. ഫൻസാഹും അൻഫുസഹും, അവർക്ക് അല്ലാഹു തആല മറപ്പിച്ചു അവരുടെ ശരീരങ്ങളെ തന്നെ. അല്ലാഹുവിന്റെ ദിക്ർ നിങ്ങൾ മറക്കരുത്. അങ്ങനെ മറന്നാൽ ആഖിറത്തിൽ ഉപകാരം കിട്ടുന്ന ഒരുപാട് നന്മകൾ മറന്നുപോകും. വലാ തകൂനു, നിങ്ങളാകരുത് കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിനെ മറന്നവരെ പോലെയാകരുത്. ഇവിടെ സൂചിപ്പിച്ച മറന്ന ആൾക്കാർ രണ്ട് ടീമാണ്. ഒന്ന് മുനാഫിഖുകളും മറ്റൊന്ന് യഹൂദികളും. അതാണല്ലോ ഈ സൂറത്തിൽ പറയുന്നത്. അവർ അല്ലാഹനെ മറന്നവരാണ്, അവരെ പോലെ നിങ്ങളാകരുത്. അങ്ങനെ അല്ലാഹനെ മറന്ന കൂട്ടര് ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ ദുർമാർഗികളാണ്. ഖിയാമത്ത് നാളിൽ അവർ നാശം സംഭവിക്കുന്നവരാണ്, പരാജിതരാണ്. അത് അല്ലാഹു തആല ബഹുമാനിച്ച സ്ഥലങ്ങൾ, വസ്തുക്കൾ, അതുപോലെ തന്നെ ആളുകൾ അവരെ ബഹുമാനിക്കും. ദിവസങ്ങൾ, സമയങ്ങൾ. വമയ്യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഖൽബിൽ തഖ്വ ഉണ്ട് എന്നുള്ളതിന്റെ പ്രത്യക്ഷ അടയാളമാണ് അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞ ആളുകളാണല്ലോ മാതാപിതാക്കൾ, അവരെ ബഹുമാനിക്കുക. മൂത്ത ആളുകൾ അവരെ ബഹുമാനിക്കുക. ഹാലിമീങ്ങൾ, മുത്താലിമീങ്ങൾ, സാദാത്തുക്കൾ, പള്ളി വലിയ ബഹുമാനമുള്ളതാണ്. അതേപോലെ തന്നെയാണ് അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞ വസ്തുക്കൾ എല്ലാം. അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞ വസ്തുക്കളിൽ അള്ളാഹു തആലാന്റെ ദിക്ർ എഴുതിയ പലക, ദിക്ർ എഴുതിയ ഏട്, ഇതിന് വലിയ ബഹുമാനമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അത് മൂത്രപ്പുരയിലേക്കും മറ്റും പോകുന്ന ആളത് ചുമന്നു കൊണ്ടുപോകരുത്, അത് അപ്പുറത്ത് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. അയാളെ കയ്യിൽ ഒരു ദിക്റുണ്ട്. ആ ദിക്റിലെ ബഹുമാനത്തിന് എന്താണ് അയാളെ കയ്യിലുള്ളത്? ഒന്നുമല്ല, അസ്ഹാബുൽ കഹ്ഫിന്റെ ഇസ്മുകളാണ് കയ്യിലുള്ളത്. അതങ്ങനെ പോക്കറ്റിൽ ഒരു കാവലിനും വെച്ച് നടക്കാണ്. നാം മൂത്രപ്പുരയിലേക്കും മറ്റും പോകുമ്പോൾ അതൊരു ഭാഗത്ത് മാറ്റി വെക്കും. അങ്ങനെ അസ്ഹാബുൽ കഹ്ഫിന് വലിയ ബഹുമാനം അല്ലാഹു കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ പേരിന് എന്തുണ്ട്? ബഹുമാനമുണ്ട്.
ബദരീങ്ങൾക്ക് ബഹുമാനമുള്ള പോലെ ബദരീങ്ങളെ ഇസ്മുകൾക്കും ബഹുമാനമുണ്ട്. ഇങ്ങനെ തുടങ്ങി ബഹുമാനിക്കപ്പെടേണ്ട എല്ലാത്തിനെയും ബഹുമാനിക്കണം. സമയങ്ങൾ ഓരോ ആ സമയത്തിന് ബഹുമാനക്കേടായി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലൈലത്തുൽ ഖദർ വലിയ ബഹുമാനമുള്ള സമയമാണ്. ആ ലൈലത്തുൽ ഖദറിന്റെ ബഹുമാനത്തിന് നിരക്കാത്ത വല്ലതും ചെയ്തു പോയാൽ ഈമാൻ അങ്ങ് പോയി പോകും. അതാണ്. അതൊരു ചെറിയ ദുർവിശ്വാസം ഉണ്ടായാൽ തന്നെ മതി. വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകലൊക്കെ വലിയ ബഹുമാനല്ലേ? വെള്ളിയാഴ്ച രാവിനൊക്കെ എന്തൊരു ബഹുമാനുണ്ട്. ആ വെള്ളിയാഴ്ച രാവിന്റെ ബഹുമാനത്തിന് നിരക്കാത്ത വല്ലതും ചെയ്തു പോയാൽ അത് വലിയ കുരുത്തക്കേടാണ്, ചെറുതൊന്നല്ല. ദുന്യവിയായ കലാം പള്ളിയിൽ വെച്ച് സംസാരിക്കാൻ പറ്റൂല, കാരണം പള്ളിന്റെ ബഹുമാനാണ്. അതുകൊണ്ടല്ലേ അമൽ അത്രയും പൊളിഞ്ഞു പോകുന്നത്. അമലായിട്ട് ഉണ്ടായിട്ട് വേണ്ടേ പൊളിഞ്ഞു പോകാൻ? അതിനുണ്ടന്നെ ഇത് പൊളിഞ്ഞോണെങ്കിൽ അമൽ ഉണ്ടാകണ്ട ആദ്യം. അല്ല, അതും ചിന്തിക്കണല്ലോ. ഇത്ര കൊല്ലത്തെ അമല് പൊളിഞ്ഞു എന്ന് പറയുമ്പോ ആവത്തെ കൊല്ലത്തെ അമല് വേണ്ടേ? ഇതല്ലേ പൊളിഞ്ഞു പോലെ. അപ്പൊ എത്ര വേഗം പൊളിഞ്ഞു. അത് ഇവിടെ. അതേ സമയത്ത് മക്കത്തെ ഹറമിലും മദീനത്തെ ഹറമിലും കുട്ടിയെ കുറച്ചുകൂടി ഡിഗ്രി കൂടുതലാ. അവിടെ ബഹുമാനേറാണല്ലോ. ഖബർസ്ഥാന് വലിയ ബഹുമാനമുള്ളതാണ്. മുഅ്മിനീങ്ങളെ ഖബറുകൾ. അതല്ലേ അതിന്റെ മേലെ ഇരിക്കാൻ പാടില്ല, ചവിട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അവര് ഖബറ് കൊയ്ക്കുമ്പോ ഇപ്പുറത്തെ ഖബറ് അത് കുറെ മുമ്പ് വരച്ചു പോയതല്ലേ, ഞാൻ അത്രയൊക്കെ മതി, അങ്ങനെ വെക്കാൻ പറ്റൂല. അതൊരു ഖബറാണ്. അത് അയാൾക്ക് അല്ലാഹു തആല കൊടുത്ത സ്ഥലം, അയാളെ കേന്ദ്രാണത്. ഇനിയിപ്പോ അതിന്റെ മേലെ ആൾക്കാർ വന്ന് ചവിട്ടുന്നു, ഇപ്പുറത്തെ ഖബറിൽ ഫാത്തിഹ ഓതാൻ വേണ്ടിട്ട് പറ്റൂല. ഇത് വേറെ സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ. ഓരോ ഖബറിന്റെ ഇടയിൽ ആളുകൾക്ക് നിൽക്കാനും സിയാറത്തിനുള്ള ഗ്യാപ്പ് കൂട്ടാക്കണം. ഖബർ കുഴിക്കുന്നതും ഖബറിന് വിസ്തീർണം കാണുന്നു. അല്ലെങ്കിൽ മറ്റേ ഖബറിന്റെ മേലെ ചവിട്ടിപ്പോവും ആൾക്കാർ. ചവിട്ടാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, മുദ്രിക്കാൻ പാടില്ല. ഉള്ള ബഹുമാനം ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഖബറല്ലേ? ആ മുസ്ലിമായ മനുഷ്യര് മൊത്തത്തിൽ മനുഷ്യന് ബഹുമാനം ഉണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ശരീരം, മരിച്ച ഒരു ശരീരം റോട്ടിന്റെ പക്കത്ത് കൊണ്ടിടാൻ പറ്റും, ചാലിൽ കൊണ്ടിടാൻ പറ്റൂല. വലഖദ് കറംനാ ബനീ ആദം. കാലാളം ഖബർസ്ഥാനം വെക്കാൻ പറ്റില്ല. കാലാളം വെച്ചിട്ട് കാലാളം മുഴുവനും പോയി വിസർജിക്കുന്നത് ഖബറിന്റെ മേലല്ലേ? ഓൽക്ക് തിരിയത് ഖബറാണെന്നുള്ള കാലാളം വെക്കാനും പറ്റൂല അവിടെ. ആ ഖബർസ്ഥാനം മൊത്തം മൊട്ടടിക്കാനും പറ്റൂല. അങ്ങനെയുണ്ട് കുറെ ആൾക്കാർ. റമദാൻ പ്രമാണിച്ച് ഖബർസ്ഥാൻ മൊത്തം മൊട്ടടിക്കും. ഇത് തലയാണ് മൊട്ടടിക്കല്, ഖബർസ്ഥാൻ മൊട്ടടിക്കല. ആ ഖബറിന്റെ മേലെ കുത്തിയ അത് ആ മയ്യത്തിന്റെ അവകാശമാണ്. അത് വെട്ടിയെ ചോദിക്കുന്നതിന് വെട്ടിയത് വെട്ടാൻ പറ്റില്ല. സിയാറത്തിന്റെ സൗകര്യത്തിന് വഴികളൊക്കെ റെഡിയാക്കണം, അത് പറ്റൂല. അത് എളുപ്പപടിയായിരുന്നു. അതിന് ഈ മരിച്ച ആൾക്കാർ വേറെ കൊണ്ടുപോകണം. ഇവിടുന്ന് പോകുമ്പോ കല്ലൊക്കെ പൈസ എടുത്ത് വാങ്ങല്ലേ? പിന്നെ പറമ്പിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ പരിസരത്ത് നോക്കിയിട്ട് നല്ലൊരു ഇത് വെട്ടിക്കൊണ്ടായ പോലെ. ഇത് മറ്റാളെ ഹക്കാണ് എടുക്കുന്നത്. മറ്റാളെ ഹക്കിൽ നിന്ന് എടുക്കാൻ പറ്റിയുണ്ട്. അതേതാ? അത് ഫലഭൂയിഷ്ടമായ വിഭവങ്ങൾ, ചക്ക, മാങ്ങ, അതാ മയ്യത്തിന് കൂലിട്ടുന്നത്. പഴയ കാലത്തെ ആളുകൾ അങ്ങനെയാ പറയുന്നത്. എന്റെ ഖബറും പുറത്ത് ഒരു നല്ല പേരക്കന്റെ തൈ നട്ടു. എന്നാ പിന്നെ അതിന്റെ ആ തടിയും ഇലയും മാത്രല്ലല്ലോ കിട്ടുക. ഇത് ഭക്ഷിച്ചു പോകുന്ന ആൾക്കാരുടെ ഹംദും സലാത്തും ബിസ്മിയും ഓല റാഹത്തും ഓല രസവും, അത് കഴിച്ച ആളെന്നെ നല്ല മുത്തഖി ആളാണെങ്കിൽ അതിനനുസരിച്ചുള്ള കിട്ടുമല്ലോ. അങ്ങനെ ചിലര് പറയും പൂവുള്ളതാകണം. പൂവുള്ളത് അങ്ങനെ തന്നെ സന്തോഷാണല്ലോ, നല്ല വാസന ഉണ്ടാവും. ഒരാൾ നല്ല വാസന വാസനിച്ചാലും കാര്യം തന്നെ. അപ്പൊ അവിടുന്ന് ഒരു കൊമ്പ് വെട്ടിയിട്ട് പുറത്ത് കുത്താൻ പറ്റൂല. അത് അയാളെ ഹക്കല്ലേ? ആക്കങ്ങനെ എന്താ? മയ്യത്തിന്റെ പുറത്തുള്ള പൂ എടുക്കാൻ പാടില്ല എന്ന് സത്യമീന് പറയാൻ കാരണം, മയ്യത്തിന്റെ ഖബറിന്റെ മേലെ വിതറിയ പൂ എടുക്കാൻ പാടില്ല. കാരണം അത് അയാളെ ഹഖാണ്, അയാളെ വിഹിതാണ്. അയാളെ വിഹിതം നമ്മൾ എടുക്കാൻ പറ്റുമോ? അതാണ് എന്റെ കാരണം പറയുന്നത്. പിന്നെ എങ്ങനെ ഇത് വെട്ടിയിട്ട് അപ്പുറത്ത് കുത്തല്? അതൊക്കെ ഒരു എളുപ്പപ്പണി, ഒരു ഇൽമിന്റെ കുറവാണ്. അത് ആര് ശ്രദ്ധിക്കണം? ആരാണോ ഖബർ ഒരുക്കുന്നത് അവരാ ശ്രദ്ധിക്കേണ്ടത്. എന്റെ അമ്മക്ക് ഖബർ ഒരുക്കുന്ന ഞാനാ ശ്രദ്ധിക്കേണ്ടത്. അവിടെ എന്താണ് കുത്തേണ്ടത്, ഏതെന്നാ കുത്തേണ്ടത്? അതൊന്ന് അത് അയാൾക്കും കിട്ടും, കുറച്ചൊക്കെ കിട്ടും. മറ്റേ ആക്കതിന്റെ ശതമാനം അങ്ങനെ പോരും. അയാളിൽ നാളതൊക്കെ പോയത് ശതമാനം പോരും. രക്തം എടുത്താൽ നോമ്പൂറിയെന്നല്ലേ ഇന്ന്? അല്ലേ? ആ, നോമ്പൂറി.
സൂചി വെക്കണത് വേറെ, രക്തം എടുക്കണത് വേറെ. വാക്സിൻ കയറ്റണത് ഈ കൂടെ നോക്കണം, ഞരമ്പ് കൂടിയാണോ ഇറച്ചി കൂടിയാണുള്ളത്. ഞരമ്പില എന്നാ വലിയ പ്രശ്നം ഉണ്ടാവും. ഞരമ്പ് കൂടിയാണെങ്കിൽ പ്രശ്നം. എല്ലാരും കയറ്റിക്കൂടി. ഞരമ്പ് കൂടി ആകുമ്പോൾ പ്രശ്നം വരും. എന്റെ പ്രശ്നമൊന്നും. അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നത് ആ ഹക്ക് അത് എടുക്കാൻ പാടില്ല. ഇനി എടുത്താൽ ഇപ്പൊ അയാൾ താഴ്ന്നയാളൊന്നും ചോദ്യം ചെയ്യൊന്നുമില്ല. അയാൾക്കത് വരുമാനമാണ്, മാർഗമാണ്. അയാൾക്ക് കിട്ടുന്ന ലാഭമാണുള്ളത്. 10 കബറും കുത്തിയാലും 10 തീന്ന് പോയതല്ലേ, 1% ഇങ്ങനെ കിട്ടൂല. പക്ഷെ അതല്ല നല്ലത്. നമ്മളെ പുരയെന്നോ മറ്റ് ഹലാലായ ഒരു മരത്തുനിന്നോ വെട്ടിയിട്ട് ഒരാൾക്ക് കൊടുക്കുന്നത് ഒരു അവകാശമല്ലേ. അത് പറമ്പിൽ തന്നെ ഒരുപാട് മരങ്ങളില്ല, അതിന് വെട്ടിയിട്ട് ഒരു കൊമ്പ് കൊണ്ടുപോകും. എന്താ പോണ കൂട്ടത്തിൽ കൊമ്പ് കൊണ്ട് ഇത്ര വലിയ ഫലം, എന്നിട്ട് അവിടെ കുഴിച്ചു. അപ്പൊ അത് ആ മയ്യത്തിന് കൂടുതൽ സന്തോഷം ഉണ്ടാകും. അയാൾ പുരയെന്ന് പറമ്പെന്ന് വന്നാന്നുള്ളത്, ആ മക്കൾ അവിടുന്ന് തന്നെ എടുത്ത് കൊണ്ട് കുഴിച്ചിട്ടാണെന്നുള്ളത് കൂടുതൽ സന്തോഷം ഉണ്ടാകും. നല്ല ഇലകളുള്ള മരങ്ങൾ, ചെടികൾ അതങ്ങനെ വളർത്തൽ നല്ലതാണ്. അത് വെട്ടി നാശാക്കരുത്. എത്ര വലുതായാലും അത്ര മേലോട്ട് പോയാലും അത് മുഴുവനും ആ മയ്യത്തിന്റെ ഹക്കാണ്, അവകാശം. വലിയ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലാണെങ്കിൽ ഒന്ന് വെട്ടി ചെറുതാക്കാന്നല്ലാതെ ഇത് ഞാൻ പറഞ്ഞില്ല, അടിയടക്കം വെട്ടികളയാണ്. എന്നിട്ട് എന്താ വെച്ചുമ്പോ ഈ 27 സിയാറത്തിന് ആരൊക്കെ വരുന്നുണ്ട്, അതിന് ഖബറ് തിരിച്ചറിയാൻ വേറെന്തെല്ലാം അടയാളങ്ങളുണ്ട്. ഖബർ തിരിച്ചറിയാനോട് അടയാളം വെക്കാം. അതിനാണിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ എഴുതുന്നതൊക്കെ. എഴുതുന്ന തിരിച്ചറിയാനാണ്, ഇന്നയാളെ ഖബറാണ് തിരിച്ചറിയാനാണ് എഴുതുന്നത്, അതൊരു അടയാളം. അല്ലെങ്കിൽ വ്യത്യസ്ത കല്ല്, മുമ്പൊക്കെ വ്യത്യസ്ത കല്ലായിരുന്നു, കല്ലിന്റെ മോഡൽ അനുസരിച്ചാണ് തിരിയല്. മുമ്പ് ചെടികളുടെ വ്യത്യാസം അനുസരിച്ച് തിരിയല്. ആ കാണുന്ന ചെടി, അല്ലെങ്കിൽ ആ കാണുന്ന വീട്ടി, അല്ലെങ്കിൽ ആ കാണുന്ന കൽപ്പൂര മരം, ആ കാണുന്ന മറ്റേ ചെടി ഉമ്മാന്റാണ് വല്യമ്മാന്റെ നിങ്ങൾ പറയാം. അതൊരു അടയാളത്തിലാണ്, അതൊരു മയ്യത്തിന്റെ ഹക്കും കൂടിയാണ്. അപ്പൊ പറഞ്ഞു വന്നത് അത് എടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, അതതിനുള്ളതാണ്. അപ്പോ അല്ലാഹു തആല ഈ വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും എന്ന് പറഞ്ഞ് നമ്മളോടും കൂടി ബാധകമാണ്. കാരണം ഇതിന് തെളിവായിട്ട് വേറെ ചില ആയത്തുകൾ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ. മുഅ്മിനീങ്ങളെ, നിങ്ങളെ സമ്പത്തും സന്താനങ്ങളും അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയരുത്. അല്ലാഹുവിന്റെ ദിക്റായ വാങ്ങി വിളിച്ചു നമ്മൾ കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ജമാഅത്താണ് പോയി, അപ്പൊ ആ ശ്രദ്ധ മാറിപ്പോയി. അങ്ങനെ മാറരുത്. ആ കളി അവിടെ നിർത്തണം. പിന്നെ നിസ്കരിച്ചതിന് ശേഷം ശ്രദ്ധ മാറാൻ പാടില്ല. സമ്പത്തിൽ മുഴുകിയിട്ട് നിസ്കാരം ഖളാ ആയിപ്പോയി, ബാത്തിലായിപ്പോയി, അങ്ങനെ വരാൻ പാടില്ല. സമ്പത്ത് ഉണ്ടാകണം, പക്ഷെ അത് കാരണമായിട്ട് ഇത് മുടങ്ങരുത്. ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ വമൻ യഫൽ ദാലിക ഫൗലൈക ഹുൽ ഖാസിറൂൻ. അങ്ങനെ ഈ സമ്പത്തും സന്താനങ്ങളുമായി കെട്ടിപ്പിണഞ്ഞ് അങ്ങനെ ഒരു അശ്രദ്ധനായി മാറിയാൽ മഹാനഷ്ട സംഭവിക്കുന്നത്, പരാജിതരാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിൽ ഒന്നും ചോദിക്കണ്ട, ജനങ്ങളെ രാവും പകലും അങ്ങനെ കഴിഞ്ഞു പോകുന്നു, എന്തിനാണ്? അമാ തഅലമൂന അന്നകും തഗ്ദൂന വതറൂഹൂൻ ബിഅജലിൻ മഅലൂം. ഒരറിയപ്പെട്ട അവധിയിലേക്ക് നിങ്ങൾ രാവും പകലും അങ്ങനെ കഴിഞ്ഞു പോകും. ആ അവധി അള്ളാഹുവിന്റെ അമലിലായി തീർക്കാൻ സാധിക്കുന്നവരൊക്കെ അങ്ങനെ ചെയ്യണം. അത് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എത്തിക്കാൻ കഴിയൂല. ചില ആളുകൾ അവരുടെ അവധി മുഴുവനും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നിശ്ചയിച്ചു. അള്ളാഹു തആല നിങ്ങളെ വിലക്കി അതുപോലെ ആകരുത്. ജീവിതത്തിന്റെ മൊത്തം ടൈമും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ചെലവഴിച്ചു. അതാണ് അള്ളാഹു പറഞ്ഞത്, വലാ തകൂനു കല്ലദീന നസുല്ലാഹ്. നല്ല ജീവിതം കൊടുത്തിട്ട് അള്ളാഹനെ മറന്നവരെ പോലെ നിങ്ങൾ ആകരുത്. ഫൻസാഹും അൻഫുസഹും. അവരെ സ്വന്തം ശരീരത്തെ അവർക്ക് അള്ളാഹു മറപ്പിച്ചു. നിങ്ങളെ സഹോദരങ്ങൾ എവിടെ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗിക്കാണ്. കുറെ പഴയകാലത്ത് ജീവിച്ചു പോയവരൊക്കെ ജീവിച്ചുപോയി. പരാജയം ഏറ്റുവാങ്ങുന്നവർ പരാജയം ഏറ്റുവാങ്ങി. പഴയ കാലത്തുള്ള ധിക്കാരികളായ ഏകാധിപതികൾ എവിടെ? വലിയ വലിയ കോട്ടകൾ നിർമ്മിച്ചവർ. ആ കോട്ടകൾക്ക് ചുറ്റും ഒരാൾക്ക് പോലും കടന്നു വരാൻ കഴിയാത്ത രൂപത്തിൽ ബന്ദവസ്തുണ്ടാക്കി വലിയ ചുറ്റുമതിൽ നിർമ്മിച്ചവരെവിടെ? കോട്ടക്കകത്തേക്ക് ഒരു ശത്രുവിനും വരാൻ കഴിയൂല. അങ്ങനെ അത്രയും ഭദ്രതയിലാണ് അവരിന്നെവിടെ? അവരൊക്കെ പാറക്കല്ലിന്റെയും മണ്ണിന്റെയും അടിയിലാണ്.
അള്ളാഹുവിന്റെ കിതാബാണിത്. അതുകൊണ്ട് അല്ലാഹു തആല സക്കരിയ നബി അലൈഹിസ്സലാമിനെയും കുടുംബത്തെയും ആ ഖുർആനിൽ അല്ലാഹ് പ്രശംസിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങളുമാകണം. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹു പറഞ്ഞു സക്കരിയ നബിയും കുടുംബവും അവർ നന്മകളിൽ സജീവമാകുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു. സക്കരിയ നബിക്ക് പ്രായാധിക്യത്തിലാണ് അല്ലാഹു മകനെ കൊടുത്തത്. അന്ന് വളരെ വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട് ഭാര്യ. ആ ഭാര്യനെ അല്ലാഹു തആല ഒരു 18-കാരിയാക്കി കൊടുത്തു എന്നാണ് ഖുർആൻ പറയുന്നത്. വഅസ്ലഹനാ ലഹു സൗജഹു. ആ ഭാര്യന്റെ ശരീരവും ആരോഗ്യവും ആ ഭാര്യക്കുള്ള സുഖവും ഒരു 18-കാരിയുടെ സുഖമാക്കി കൊടുത്തു. 80 കഴിഞ്ഞിട്ട്. എന്താ കാരണം? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. സക്കരിയ നബിയും കുടുംബവും നന്മകളിൽ സജീവമാകുന്നവരായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ട ഒരു നന്മ കൊടുക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചപ്പോ ശരീരത്തിന്റെ അവസ്ഥകൾ മാറ്റിക്കൊടുത്തു. നല്ല സൗന്ദര്യവും നല്ല ആരോഗ്യവും കൊടുത്തു. അതിലൂടെ അല്ലാഹു തആല അവർക്ക് നല്ല കുട്ടിയെയും കൊടുത്തു. യഹ്യാ നബി അലൈഹിസ്സലാം എന്ന മകനെ കൊടുത്തു. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ് 4 കാര്യങ്ങൾ. ലാ ഖൈറ ഫീ ഖൗലിൻ ലാ യുറാദു ബിഹി വജ്ഹുല്ലാഹ്. അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിക്കാത്ത ഒരു വാക്കിലും ഒരു ഖൈറുമില്ല. ഒരു വാക്ക് നമ്മൾ ആരോടോ പറയുന്നോ അതിന്റെ ലക്ഷ്യം വജ്ഹുല്ലാഹി, അല്ലാഹുവിന്റെ പൊരുത്താകണം. അല്ലാത്ത വാക്കിൽ എന്ത് കാര്യമുള്ളത്? ഒരു ഖൈറുമില്ല. വെറും വർത്താനം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, തൊള്ളത്തല്ലല്ലേ വർത്താനം പറയില്ല, ഒരു ഖൈറുമില്ല. പറയുന്ന വർത്താനത്തിൽ അല്ലാഹു തആലാന്റെ തൃപ്തി ഉദ്ദേശിക്കണം, എന്നാൽ ഖൈറുണ്ട്. അതെന്താണോ അങ്ങനത്തത് പറയണം. ഖുർആൻ അതാ പഠിപ്പിക്കുന്നത്. ലാ ഖൈറ ഫീ കതീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. 3 തരം വർത്തമാനം. ജനങ്ങളെ വർത്തമാനത്തിൽ പെരുത്ത് വർത്തമാനത്തിലും അധിക വർത്തമാനത്തിലും ഖൈറില്ല. നന്മ കൽപ്പിക്കുന്നവർ, സ്വതക്ക കൽപ്പിക്കുന്നവർ, ജനങ്ങൾക്കിടയിൽ നല്ല ജീവിതം, നല്ല മാർഗം, നല്ല സ്വഭാവം, നല്ല ഐക്യം ഇത് കൽപ്പിക്കുന്നവർ, നല്ല യോജിപ്പ്, അതിലെ ഖൈറുള്ളൂ. അല്ലാത്തൊക്കെ വെറുതെ അങ്ങനെ പറഞ്ഞങ്ങനെ പോവുക, ആയുസ് അങ്ങനെ തീരാന്നല്ല ഖൈറില്ല. മറ്റൊന്ന് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, വലാ ഖൈറ ഫീ മാലിൻ ലാ യുൻഫിഖു ഫീ സബീലില്ലാഹ്. അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത സമ്പത്തിൽ ഒരു ഖൈറുമില്ല. കുടുംബത്തിന് കൊടുക്കാത്ത, ഭാര്യ മക്കൾക്ക് ചെലവ് കൊടുക്കാത്ത, സ്വന്തം തന്നെ രോഗം ഉണ്ടായാലും ട്രീറ്റ്മെന്റിന് പോകാത്ത. എന്താ ട്രീറ്റ്മെന്റ് ചെയ്യാത്ത? പൈസ കുറെ ചെലവാ. പിന്നെ ഈ പൈസ അല്ലാഹു തരുന്ന. അയാൾക്ക് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ തന്നെ സംഗതി ആ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഇത്ര വിഷമം ഉണ്ടാവില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു, അതിനെത്ര വരും? ചെറിയ സംഖ്യ വരുള്ളൂ, 10,000-15,000 റുപ്യ വരുള്ളൂ. നിങ്ങളിപ്പോൾ മെനക്കെടാണ്, പിന്നെ അത് കുറേ ബുദ്ധിമുട്ടാവും, കുറച്ചുകൂടി ടൈം എടുക്കുകയാണെങ്കിൽ. ഇപ്പൊ നിങ്ങൾക്ക് അതിന് സുഖമാണ്. അപ്പൊ അയാൾ ചിന്തിച്ചു, 15,000 റുപ്യ മുടക്കണ്ടേ, അതുകൊണ്ട് തൽക്കാലം അതവിടെ നോട്ടെ. പിന്നെ കുറെ കഴിഞ്ഞപ്പോ തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായപ്പോ ഡോക്ടർ 3 ലക്ഷം. 15 കൊല്ലം മുമ്പ് ആളോട് പറഞ്ഞ ആകെ ഒരു 15,000 റുപ്യ. അന്ന് അയാൾ ബുക്കിൽ കാണിച്ചു, ഇപ്പോഴോ 3 ലക്ഷം. അപ്പൊ ഇത് ചെലവാക്കാനല്ലേ അല്ലാഹു തആല തന്ന ആരോഗ്യത്തിന് വേണ്ടി ചെലവാക്കാൻ, കുടുംബത്തിന് വേണ്ടി ആവശ്യങ്ങൾ ചെലവഴിക്കാനല്ലേ സമ്പത്ത് എന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത സമ്പത്തിന് ഒരു ഖൈറുമില്ല. വെറുതെ വരും, വെറുതെ പോകുന്നല്ലാതെ. വലാ ഖൈറ ഫീമൻ യഗ്ലിബു ജഹ്ലുഹു ഹിൽമുഹു. വിവരക്കേടിന് സഹിഷ്ണുത മറികടക്കാത്ത, അതിജയിക്കാത്ത ഒരാളിൽ ഖൈറില്ല. വിവരക്കേട് അയാൾ പറയൂല, സഹിക്കും. ഇങ്ങോട്ട് വിവരക്കേട് പറഞ്ഞാലും അങ്ങോട്ട് പറയൂല, സഹിക്കും. അങ്ങനെ സഹനം കിട്ടാത്ത ഒരാൾക്ക് ഖൈറില്ല. ഇങ്ങോട്ട് വിവരക്കേട് പറഞ്ഞാൽ ഡബിൾ അങ്ങോട്ട് പറയും. ഒരാൾ ഇങ്ങോട്ടൊരു നുണ പറഞ്ഞാ ഡബിൾ നുണ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അയാൾ ഇങ്ങോട്ട് പറഞ്ഞ വിവരക്കേടാന്ന് ഇയാൾക്കറിയാം. ഇയാൾ എന്ത് ചെയ്യണം? സഹിക്കണം. തിരിച്ച് അതേ നാണയത്തിൽ പ്രതികരിക്കാൻ പാടില്ല. സഹനമാണ് ഏറ്റവും വലിയ പ്രതികരണം. അവിടെ വിവരക്കേട് പറയുമ്പോ സഹിക്കാൻ കഴിയാത്ത ആളുകളിൽ ഖൈറില്ല. വലാ ഖൈറ ഫീമൻ യഖാഫു ഫില്ലാഹി ലൗമത ലായിം. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാക്ഷേപകന്റെ ആക്ഷേപം പേടിക്കുന്നവനിലും ഖൈറില്ല. അല്ലാഹുവിന്റെ മാർഗത്തിലാണ് പിന്നെ ആരാക്ഷേപം പേടിക്കാൻ? എന്താ ഒന്നും പേടിക്കാൻ. അയാൾ പ്രവർത്തിച്ചത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇഖ്ലാസോടെ. ആരാക്ഷേപിച്ചോ ആക്ഷേപിച്ചില്ല എന്ന് നോക്കേണ്ട ആവശ്യം. ഒരാൾ ആക്ഷേപിക്കണ്ടോ? ഞാൻ കണ്ടില്ല, ഞാൻ പ്രവർത്തനത്തില്ല, ഞാൻ അതിനില്ല. പക്ഷെ ഇയാൾ പോണ വഴി നല്ല വഴിയാണെങ്കിൽ എന്തിനാ ആക്ഷേപം പേടിക്കണം? അങ്ങനെ പേടിക്കുന്ന ആളിന് ഖൈറില്ല. ഇതിപ്പോ തറാവിയൊക്കെ നിസ്കരിച്ചാൻ പോണ ആളാണല്ലേ, എന്നാ നമുക്ക് ആവശ്യം.
ഓ തറാവി നിസ്കരിക്കണം ഓർക്ക് ഇഷ്ടമല്ല, എന്നാൽ നമ്മൾ നിസ്കരിക്കാൻ പോകണ്ട, ഒരേ തന്നെ ഓന്റെ ഇഷ്ടം പരിഗണിച്ചിട്ടാണോ ഇയാളെ തറാവി നിസ്കാരം? അല്ല, തറാവി നിസ്കാരം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു അമലല്ലേ, ഒരു ഇബാദത്തല്ലേ. അതിലൊരാളെ ആക്ഷേപിച്ചു നമ്മളെന്തിനു നിർത്തണം? ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിയിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിച്ച ഉത്ബോധനമാണത്. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്നഹ്, സ്വർഗ്ഗവാസികളും നരകവാസികളും സമന്മാരല്ല. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്നഹ്, നരകക്കാരും സ്വർഗ്ഗക്കാരും തുല്യമല്ല. ദുനിയാവിൽ ഒരു പക്ഷേ പലപ്പോഴും പല കടയിലും തുല്യത വരും, ആഖിറത്തിൽ അള്ളാഹുവിന്റെ ഹുക്കുമിൽ ഒരു നിലക്കും സമമാകൂല. വഅസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ, സ്വർഗ്ഗക്കാർ വിജയിച്ചവരാണ്, അവര് രക്ഷപ്പെട്ടവരാണ്, അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് മോചനം കിട്ടിയവരാണ്. വിജയികളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ ബന്ധുക്കളെയും ഉൾപ്പെടുത്തി തരട്ടെ. അതിനാണ് നമ്മൾ ദ്വാരക്കുന്നത് തറാവീഹിലും മറ്റുമൊക്കെ. അല്ലാഹുമ്മ ജഅൽനാ മിനസ് സുഅദാഇൽ മഖ്ബൂലീൻ വലാ തജഅൽനാ മിനൽ അഷ്ഖിയാഇൽ മത്റൂദീൻ. അല്ലാഹുവേ ഇജഅൽനാ, ഞങ്ങളെ നീ ആക്കണം, മിനസ് സുഅദാഇ, വിജയികളിൽ, അൽ മഖ്ബൂലീൻ, സ്വീകരിക്കപ്പെടുന്ന, എല്ലാ അർത്ഥത്തിലും നീ സ്വീകാര്യത എന്ന വിജയികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. വലാ തജഅൽനാ മിനൽ അഷ്ഖിയാഇൽ മത്റൂദീൻ, പരാജയപ്പെടുന്ന ഹതഭാഗ്യരിൽ ഞങ്ങളെ നീ പെടുത്തരുത്. ദുനിയാവിൽ വെച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോ നല്ല സമ്പാദ്യവുമായി പോകണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. നിങ്ങൾ നോക്കി ചില മഹാന്മാര് പഠിപ്പിച്ചത് കാണും, ചില മഹാന്മാരെ വാചകങ്ങളിൽ കാണാം, ഒരു മനുഷ്യൻ മരിച്ചാൽ ജനങ്ങളൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, എന്താ ആള് മരിച്ചില്ലേ, എന്തെങ്കിലുമൊക്കെ കുടുംബത്തിന് ബാക്കിച്ചോ? ചില ആൾക്കാർ എത്ര മക്കളുണ്ട്? 4 മക്കളും. സമ്പാദ്യം എന്തേലുണ്ടോ? സ്വത്ത് എന്തേലുണ്ടോ? ഇതെല്ലാം ആൾക്കാർ അന്വേഷിക്കാം. മലക്കൾ ചോദിക്കാൻ അറിയാം, ആഖിറത്തിലേക്ക് ഇയാൾ വല്ലതും ചെയ്തു. അങ്ങോട്ട് ഇയാൾ അങ്ങോട്ടാണോ പോണത്? ഇയാൾ ഇങ്ങോട്ടില്ലല്ലോ, അങ്ങോട്ടല്ലേ ഇയാൾ പോകുന്ന, ആഖിറത്തിലേക്കല്ലേ. അങ്ങോട്ട് ഇയാൾ വല്ലതും ചെയ്തോ എന്നാ മലക്കൾ അന്വേഷണം. ആൾക്കാർ അന്വേഷണോ ബാക്കിയുള്ളവർക്ക് വല്ലതും ബാക്കിച്ചിട്ടുണ്ടോ എന്നാണ്. അപ്പൊ അങ്ങോട്ട് പോകാൻ ഉള്ള സമ്പാദ്യത്തിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനാണ് പരിഗണന വേണ്ടത്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ ബസ്റയിൽ ഒരു സ്ഥലത്തു കൂടെ പോകുമ്പോ അവിടെ സഅദൂനുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു കണ്ടു. സഅദൂൻ നാട്ടുകാരൊക്കെ വിളിച്ചിട്ടാണ് പേരിന്റെ കൂടെ മജ്നൂൻ എന്ന് വന്നിട്ടോ. മജ്നൂൻ അല്ല ആള്, പക്ഷെ കണ്ടാൽ അങ്ങനെ തോന്നാ. സഅദൂൻ തങ്ങളെ കണ്ടപ്പോ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ചോദിച്ചു, കൈഫ ഹാലുക്, എങ്ങനെയുണ്ട്? സഅദൂനുൽ മജ്നൂന്റെ മറുപടി, മാലിക്കേ കൈഫ ഹാലു മൻ അസ്ബഹ വ അംസാ, രാവിലെയും വൈകുന്നേരവും അങ്ങനെ മാറി മാറി വരുന്ന ഒരാളെ അവസ്ഥ എന്തു പറയാനാണ്. യുരീദു സഫറൻ ബഈദൻ, വിദൂര യാത്രയാൾ ഉദ്ദേശിക്കുന്നു. ബിലാ ഉഹ്ബത്തിൻ വലാ സാദ്, ഭക്ഷണമോ യാത്രയുടെ സാമഗ്രികളോ ഒന്നും ഒരുക്കാതെ. വയഖ്ദുമു അലാ റബ്ബിൻ അദിലിൻ ഹാകിമിൻ ബൈനൽ ഇബാദ്, അടിമകൾക്കിടയിൽ തീരുമാനം പറയുന്ന നീതിമാനായ റബ്ബിന്റെ അടുത്തേക്കാണ് മുന്നിട്ട് ചെല്ലുന്നത്. ആ ഒരൊറ്റ ബേജാറ് മാത്രമേ എന്റെ ജീവിതത്തിലുള്ളൂ, ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ല. പിന്നെ പൊട്ടിക്കരഞ്ഞിട്ട് ഒരുപാട് നേരം കരഞ്ഞപ്പോ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ചോദിച്ചു, എന്തിനാ കരയുന്നത്? ഖാല, സഅദൂൻ തങ്ങൾ പറഞ്ഞു, വല്ലാഹി മാ ബഖീതു ഹിർസൻ അലദ് ദുനിയാ, ദുനിയാവിൽ ജീവിക്കണമെന്ന അലച്ച കൊണ്ട് ആഗ്രഹം കൊണ്ട് കരഞ്ഞതല്ല. വലാ ജസഅം മിനൽ മൗതി വൽ ബലാ, മരണത്തെക്കുറിച്ചുള്ള വെപ്രാളത്തിന് കരഞ്ഞതുമല്ല. ഞാൻ കരഞ്ഞത് ബഖൈതു ലിയൗമിൻ മളാമിൻ ഉംദി, എന്റെ ആയുസ്സിൽ നിന്ന് കുറെ കാലം കഴിഞ്ഞല്ലോ, അത് ആലോചിച്ചാ കരയുന്നത്. നമ്മളും ചിന്തിക്കേണ്ട ചിന്ത ഏതാണ്? റമദാനിൽ എത്ര റമദാൻ കഴിഞ്ഞു, എന്തെല്ലാം നമുക്ക് ലാഭം കിട്ടി, ഓരോ ദിവസവും ആലോചിക്കണം. എന്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാലം കഴിഞ്ഞുപോയി. വലം യഹ്സുൻ ഫീഹി അമലി, ആ കാലം അത്രയും ഞാൻ എന്റെ കർമ്മം നന്നാക്കിയിട്ടില്ല. അബ്ഖാനി, എന്നെ കരയിപ്പിച്ചത് വല്ലാഹി ഖില്ലത്തുസാദ്, കുറഞ്ഞ സമ്പാദ്യം. വബുദുൽ മസാഫ, ദൂരയാത്രയാണ്. വിദൂരയാത്രക്ക് വേണ്ടി സമ്പാദ്യം എന്റെ വക്കിൽ കുറവാണ്. കുറഞ്ഞ ചെലവുമായിട്ട് ദൂരത്തേക്ക് നമ്മളാരും യാത്ര പോകൂല. അവിടെ പോയി വരുമ്പോഴേക്ക് എക്സ്ട്രാ ചെലവും കൂടി കരുതിയിട്ടാണ് നമ്മൾ യാത്ര പോകല്.
ആഖിറമെന്ന ലോകത്തേക്ക് നീണ്ടൊരു യാത്ര പോകുമ്പോ കൂടുതൽ ചെലവ് വേണം. വൽ അഖബത്തുൽ കഊദ്, മനുഷ്യന്റെ മനസ്സിനെയും ശരീരത്തെയും പിടിച്ചു ഒടിക്കുന്ന വളക്കുന്ന ഒരുപാട് കടമ്പയുണ്ട് അവിടെ കടക്കാൻ. സിറാത്ത് പാലം എന്നൊരു കടമ്പയുണ്ട്, ഹിസാബ് എന്നൊരു കടമ്പയും മീസാൻ എന്നൊരു കടമ്പയുമുണ്ട്. ആഖിറത്തിൽ മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്ന വലിയ തണല് കിട്ടാതിരിക്കുമ്പോൾ ഒരു കടമ്പയാണ്. ഈ കടമ്പകളൊക്കെ കടക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നു. അതിന് മാത്രം ഒരു അമലും എനിക്കില്ലല്ലോ. ഇതാലോചിച്ചാണ് ഞാൻ കരയുന്നത്, ദുനിയാവിലെ നഷ്ടത്തെയും ചിന്തിച്ചല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, മാലിക് ബിൻ ദീനാർ തങ്ങൾ പറയാണ്, ജനങ്ങളൊക്കെ നിങ്ങളെപ്പറ്റി മജ്നൂൻ എന്ന് പറയുന്നുണ്ടല്ലോ, സഅദൂനുൽ മജ്നൂൻ എന്ന ആളുകൾ പറയാറുള്ളത്. ഓ മാലിക്കേ, ദുനിയാവിന്റെ ആളുകൾ പറയുന്നത് വഞ്ചനയിൽ നിങ്ങളും പെട്ടുപോയോ? ജനങ്ങൾ വാദിക്കുന്നു അന്നീ മജ്നൂൻ, ഞാനൊരു ഭ്രാന്തനാണ് എന്ന്. വമാ ബി ജുന്നത്തുൻ, എനിക്കൊരു ഭ്രാന്തുമില്ല. ലാകിൻ ഹുബ്ബു മൗലായ ഖദ് ഖാലത ഖൽബി, എന്റെ യജമാനനായ റബ്ബിനോടുള്ള സ്നേഹം, ഇഷ്ടം, അത് എന്റെ കൽബിൽ കൂടിക്കലർന്നു. വജറാ ബൈന ലഹ്മി വദമി, എന്റെ മാംസത്തിന്റെയും എന്റെ രക്തത്തിന്റെയും ഇടയിൽ അത് അലിഞ്ഞു ചേർന്നു, കൂടിക്കലർന്നു. അള്ളാഹുവിനോടുള്ള ഹുബ്ബിനാൽ ഞാനിങ്ങനെ നടക്കുകയാണ്. എന്റെ വസ്ത്രം ശ്രദ്ധിക്കാനോ എന്റെ രൂപഭാവങ്ങൾ നോക്കാനോ എനിക്ക് നേരമില്ല. അത് കണ്ടിട്ടാണ് ആളുകൾ പറയുന്നത് മജ്നൂൻ. അതവർ പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമില്ല. അപ്പൊ സാധുൻ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്താ ജനങ്ങളോട് കൂടിക്കലർന്ന് ജീവിക്കാതെ ഒറ്റക്ക് നടക്കുന്നത് എന്താണ്? അത് ചോദിച്ച സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, കുൻ മിനന്നാസി ജാനിബൻ, ജനങ്ങളിൽ നിന്ന് അകന്നകന്ന് ജീവിക്കണം, ആവശ്യത്തിനെ ജനങ്ങളോട് അടുക്കാവൂ. വർള ബില്ലാഹി സ്വാഹിബാ, സ്വാഹിബായിട്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടണം. ചിലർക്ക് ഒറ്റക്ക് നിൽക്കാൻ പേടിയാണ്. പുരയിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും പറമ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും കൂടെ ആരെങ്കിലും അള്ളാഹുവിനെ സ്വാഹിബായി നീ തൃപ്തിപ്പെടണം. അള്ളാഹുവിനെക്കാളും വലിയ സ്വാഹിബ് വേറെ ഇല്ലല്ലോ. ജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കണം, പാകത്തിനെ അടുക്കാവൂ. ഖല്ലിബിന്നാസ, ജനങ്ങളെ നീ ഒന്ന് മാറ്റിമറിച്ചു നോക്കണം. കൈഫ ശിഅത തജിദുഹും മഖാരിബ, എങ്ങനെ നീ ഉദ്ദേശിച്ചു നോക്കിയാലും ജനങ്ങളൊക്കെ തേളുകളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കിട്ടുന്ന ചാൻസിൽ അവർ കുത്തിക്കളയും. അങ്ങനെ ആൾക്കാർ നീ ഒന്ന് മാറ്റുരച്ച് നോക്കൂ. നിന്നെ കിട്ടുന്ന സമയം വെച്ച് അവർ കുത്തിക്കളയും. തേള് കുത്തും പോലെ, തേള് തക്ക നോക്കിയിട്ടല്ലേ കുത്തല്, അതുപോലെ കുത്തിക്കളയും അവര്. നിന്റെ ശരീരത്തെ, നിന്റെ ഈമാനെ, നിന്റെ അമലിനെ പരിക്കേൽപ്പിക്കും. അതുകൊണ്ട് പാകത്തിനടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ അടുക്കാത്തത് എന്ന് സഅദൂനുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു മാലിക് ബിൻ ദീനാർ തങ്ങളോട് പറയാണ്. ചിന്തിച്ച് കരഞ്ഞത് ആഖിറത്തിലേക്കുള്ള സമ്പാദ്യത്തിന്റെ കുറവ്. എത്രയോ ഇബാദത്ത് ചെയ്ത വലിയ മഹാനാണ്. അവരെ ബർക്കത്തുണ്ട്. അല്ലാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.